ഹലോ, ഗുഡ് ഈവനിങ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററാണ്. ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് പാടാണ്, സൈൻ ബോസ് അല്ലെങ്കിൽ ഗൂഡായിട്ട് എട്ടങ്ങറാക്കി ഒരു ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്തോ അല്ലെങ്കിൽ പേടിയാണ് ട്രിഗണോമെട്രി കേൾക്കുമ്പോൾ. പക്ഷെ ഇന്നത്തോടുകൂടി നമ്മൾ ആ പേടി അങ്ങോട്ട് മാറ്റാൻ പോവാന്ന്. ഇനി നമുക്ക് ട്രിഗണോമെട്രി പേടിക്കണ്ട. സോ നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രിഗണോമെട്രി ആയിട്ട് സെറ്റ് ആക്കാൻ പോവാണ്. റെഡി? സോ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. ട്രിഗണോമെട്രി അല്ലെ, നമ്മുടെ +1 മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ട്രിഗണോമെട്രി അല്ലെ, മൂന്നാമത്തെ ചാപ്റ്റർ. സോ വെൽക്കം ടു ദി ക്ലാസ്. സോ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻടു റേഡിയൻ മെഷർ അല്ലെ. ഡിഗ്രി മെഷർ വന്നിട്ടുണ്ട്, നമ്മൾ ആ ഡിഗ്രി മെഷറിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. സോ നമുക്ക് നോക്കാം. എന്നിട്ട് ബി ക്വസ്റ്റ്യൻ, കൺവേർട്ട് 6 റേഡിയൻസ് ഇൻടു ഡിഗ്രി മെഷർ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഗ്രി ടു റേഡിയൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ റേഡിയൻ ടു ഡിഗ്രി. സോ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. സോ ആൻസർ എ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമുക്ക് എന്താ തന്നെയുള്ളത്? 40 ഡിഗ്രി 20 മിനിറ്റ്സ് അല്ലെ, 40 ഡിഗ്രി 20 മിനിറ്റ്സ് അതിനെ കൺവേർട്ട് ചെയ്യണം. സോ അത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എങ്ങനെയാണ് ഈ ഡിഗ്രി ടു റേഡിയൻ കൺവേർട്ട് ചെയ്യാന്നുള്ള ഇക്വേഷൻ അറിയണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ ഇക്വേഷൻ ഒന്നും കൺഫ്യൂഷനാ അല്ലെ. 180/π ആണോ, π/180 ആണോ അല്ലെ, 180/π കൊണ്ട് മൾട്ടിപ്ലൈ ആണോ, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ആണോ? ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ മക്കൾക്കും ഉള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ആ കൺഫ്യൂഷൻ ആണ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ചെയ്യാം. റെഡി? സോ നമുക്ക് ആദ്യം അതൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ, എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാം. സോ നോക്കട്ടെ മക്കളെ. ഫസ്റ്റ് ഡിഗ്രി ടു റേഡിയൻ ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഡിഗ്രി ടു റേഡിയൻ ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു π/180 ചെയ്യണം. ഇൻറ്റു π/180 ചെയ്യണം. ഇങ്ങനെയുള്ള ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത് റേഡിയൻ ടു ഡിഗ്രി ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി? അപ്പോ സാറേ ഇത് നിങ്ങൾക്ക് അറിയാം സാർ, ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവുന്ന കുഴപ്പമേ ഉള്ളൂ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. റെഡി? സോ ഈ ഇക്വേഷൻ എങ്ങനെ പഠിക്കാമെന്ന് ഇവിടെ കാണിച്ചു തരാം. മക്കളൊന്ന് ആലോചിക്കുകയെ, ഡിഗ്രി മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈ എന്നുള്ള ഒരാളേ ഇല്ല. പക്ഷെ റേഡിയനിൽ ആരുണ്ടാവും? പൈ ഉണ്ടാവും അല്ലെ. പൈ ഇല്ലാതെയും വരാം, പക്ഷെ നോർമലി അതിൽ പൈ ഉണ്ടാവും. റെഡി? സോ മക്കളൊന്ന് ആലോചിക്കുകയെ, ഒരു ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷർ ആക്കുമ്പോൾ, ഡിഗ്രി ടു റേഡിയൻ ചെയ്യുമ്പോൾ അല്ലെ, റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ വേണം, പൈ ആയിട്ട് വരണം, ശരിയല്ലേ? സോ പൈ മേലെ വരട്ടെ, π/180. സിമ്പിൾ അല്ലേ? ഇനി ഡിഗ്രി നോക്കി, സോറി, റേഡിയൻ ടു ഡിഗ്രി ആണെങ്കിൽ റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക്, റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ ഉള്ള ആളാ, പൈ ഉള്ള ആളിൽ നിന്ന് പൈ ഇല്ലാത്ത ആളിലേക്കാ പോകുന്നത്. വിച്ച് മീൻസ് എനിക്ക് പൈ വേണ്ട, സോ പൈ താഴെ പോട്ടെ. സിമ്പിൾ. ഇക്വേഷൻ മാർക്കോ? ഇനി ഒരിക്കലും ഇക്വേഷൻ മാർക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ വളരെ ഈസി ആയിട്ട് പറയാൻ പോകും. എങ്ങനെയാണ് എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും? എങ്ങനെയാണ്? ഡിഗ്രി ടു റേഡിയൻ ആണെങ്കിൽ ആലോചിക്കാം, ഇത് റേഡിയനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. റേഡിയൻ ആണെങ്കിൽ അവിടെ പൈ വേണം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടി? തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത റേഡിയൻ ടു ഡിഗ്രി ആണെങ്കിൽ തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ നിങ്ങൾ എന്ത് ചെയ്യും? ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഡിഗ്രിയിൽ ആരില്ല? പൈ ഇല്ല. സോ ഇത് പൈ വേണ്ട, പൈ താഴെ പോട്ടെ. സോ 180/π. സിമ്പിൾ. ഈ ഇക്വേഷൻ മറക്കാൻ പോകുന്നില്ല, നമ്മളിത് ഒരിക്കലും മറക്കൂല. സോ ഇക്വേഷൻ നമുക്ക് ഓക്കെ ആയി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നോക്കട്ടെ മക്കളെ, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. സോ 40 ഡിഗ്രി 20 മിനിറ്റ്സ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടി അപ്പൊ തന്നെ 40 ഡിഗ്രി 20 മിനിറ്റ്സ് ഇൻറ്റു, എനിക്ക് റേഡിയൻ അല്ലേ വേണ്ടത്, സോ π/180. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് ഡിഗ്രിയിലല്ല വന്നത്. ഡിഗ്രി ഉണ്ട്, മിനിറ്റും ഉണ്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഡിഗ്രിയും മിനിറ്റും വന്നു കഴിഞ്ഞാൽ, ആ ഡിഗ്രിയും മിനിറ്റ് എന്ന ആ ക്വസ്റ്റ്യനെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിഗ്രിയിലേക്ക് മാറ്റണം. സോ അത് മാറ്റാൻ അറിയണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിഗ്രി എന്നെന്താ? ഒരു ഡിഗ്രി പറഞ്ഞാൽ 60 മിനിറ്റ്. ഒരു ഡിഗ്രി പറഞ്ഞാൽ 60 മിനിറ്റ്. സോറി, സെക്കൻഡ് അല്ലേ, 60 മിനിറ്റ് ആണ്. ഒരു ഡിഗ്രി പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? ആ രീതിയിൽ രണ്ടാമത്തെ ഫൈൻ. സോ ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത് 20 മിനിറ്റിനാണ്. സോ 20 മിനിറ്റിന് ഞാൻ പറഞ്ഞ എന്താ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫുള്ള് ഡിഗ്രിയിലാവണം, എന്നാലേ ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ 40 ഡിഗ്രി 20 മിനിറ്റ്, ഈ 20 മിനിറ്റിന് നമുക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഡിഗ്രി ആക്കി ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഡിഗ്രിയിലായാലേ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം മക്കളെ. ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ
എന്താ പറയാ, ഞാൻ സിംപ്ലി നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ പറയുന്ന സംഭവമുണ്ട്. 15 മിനിറ്റ് ആയി എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയാം? 15 മിനിറ്റ് ആയി എല്ലാവരും പറയും 15 മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂറായി എന്നൊക്കെ പറയും അല്ലെ. അതേപോലെ 30 മിനിറ്റിന് നമ്മളെല്ലാരും ഹാഫ് അവർ അല്ലെ, അരമണിക്കൂറായി എന്ന് പറയും. ശരിയല്ലേ? ശരിയല്ലേ? അതേപോലെ 45 മിനിറ്റ് ആയാൽ അല്ലെ, 45 മിനിറ്റ് ആയാൽ 3/4 മണിക്കൂറായി എന്നൊക്കെ പറയും. 3/4 അവർ ആയി എന്നൊക്കെ പറയും. ഇതെങ്ങനെ കിട്ടി? എന്താ ഇതിന്റെ ഒരു കൺസെപ്റ്റ്? ഇതെങ്ങനെ കിട്ടിയെന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഒന്നുമില്ല മക്കളെ, സിമ്പിൾ. ഇപ്പൊ 15 മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ അതിനെ എന്തിലേക്ക് മാറ്റി? 15 മിനിറ്റ് നിങ്ങൾ ഹവറിലേക്ക് മാറ്റി. നിങ്ങൾ എങ്ങനെ മാറ്റിയെന്ന് അറിയാം? ആ 15 മിനിറ്റ് ഡിവൈഡഡ് ബൈ അല്ലെ, എത്ര മിനിറ്റ് കയറിയാലാ 1 മണിക്കൂറാവുക? 60 മിനിറ്റ്. സോ ഡിവൈഡഡ് ബൈ 60. ശരിയല്ലേ? സോ 15/60 വെട്ടിപ്പോയാൽ 15 ഒരു 15, 60 4 15. സോ 1/4 അവർ. ഇടിയാ, ഇതാണ് നിങ്ങൾ ചെയ്ത് അല്ലെ. ഇനി അതേപോലെ 30 മിനിറ്റിനെ നിങ്ങൾ അരമണിക്കൂറാക്കി, മിനിറ്റിനെ നിങ്ങൾ മണിക്കൂറാക്കി അല്ലെ. 30 മിനിറ്റിനെ ഓൾ ഡിവൈഡ് ബൈ 60 ചെയ്തു. സോ 1/2 അവർ. റെഡി? സോ ഇത്രയുള്ള പരിപാടി. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിനെ ഈ 20 മിനിറ്റ് എനിക്ക് കൺവേർട്ട് ചെയ്യാം. 20 മിനിറ്റിനെ എനിക്ക് എന്ത് പറയാം? 20/60 ഹവർ എന്ന് പറയാം. പക്ഷെ ഇവിടെ ഹവർ അല്ല, ഇവിടെ എന്താ? ഡിഗ്രി. സോ നമ്മൾ എന്തിലേക്ക് മാറ്റി? ഡിഗ്രിയിലേക്ക് മാറ്റി. സോ മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് വെക്കാൻ ബൈ 60 ചെയ്താൽ മതി. അതിൽ കൂടുതലൊരു കൺഫ്യൂഷനും വേണ്ട. സിമ്പിൾ അല്ലേ? സോ നമുക്ക് അങ്ങനെ മാറ്റിന്റെ വെച്ച് ബാക്കി ചെയ്യാം. സിമ്പിൾ. സോ നോക്കി കേട്ടോ ബാക്കി. സോ മക്കളെ നോക്കണേ. സോ ബാക്കി നോക്കി. 40 ഡിഗ്രി 20 മിനിറ്റ്സ് നമ്മൾ മാറ്റി എഴുതി. എങ്ങനെ? 40 ഡിഗ്രി നോക്കണേ. ഈ ക്വസ്റ്റ്യൻ 40 ഡിഗ്രി 20 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? 20/60 ഡിഗ്രി എന്നാക്കി അല്ലെ. അപ്പൊ ഇതും ഡിഗ്രിയിലായി, ഇതും ഡിഗ്രിയിലായി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും നോക്കിയേ. 40 ഡിഗ്രി 20/60 എന്താ? നമുക്ക് ചെറുതാക്കി കൂടെ. 20 1 20, 60 3 20. സോ 1/3 ഡിഗ്രി. ശരിയല്ലേ? ഈ ഡിഗ്രി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. സോ 40 1/3 ഡിഗ്രി ഇങ്ങനെ ആക്കി കൊടുക്കാം. റെഡി? ഇനി ചോദിക്കട്ടെ മക്കളെ, എടാ ഈ 40 അര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 പ്ലസ് അര കൂടെ മിക്സഡ് ഫ്രാക്ഷൻ 9ാം ക്ലാസ്സിൽ പഠിച്ചതാ. എനിക്ക് എല്ലാവർക്കും നന്നായിട്ട് ഓർമ്മയുണ്ട്. എനിക്കറിയാം, അതിന് കൂടുതലൊന്നും ചോദിക്കുന്നില്ല അല്ലെ. മിക്സഡ് ഫ്രാക്ഷൻ 40 അര, 40 പ്ലസ് അര കൂടെ. സോ 40 1/3 എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 1/3 ഡിഗ്രി എന്ന് എഴുതാം. ഒരു കുഴപ്പമില്ല, നോ വറീസ് അല്ലെ. ഇതൊന്ന് ക്രോസ് ചെയ്തേ. സോ 40 into 3 which is 120 plus 1 all divided by 3 degree. Fine. Ready? So 120 plus 1 which is 121. അതായത് 40 ഡിഗ്രി 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. സോ 121/3 ഡിഗ്രി എന്ന് കിട്ടി. കണ്ടാ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പൊ ഡിഗ്രിയിലേക്ക് മാറ്റി അല്ലെ. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഇപ്പൊ ഡിഗ്രി ആയി. ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതിനെ റേഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. എന്താ നമ്മൾ ചെയ്യേണ്ടി? പറഞ്ഞോ, എന്താ ചെയ്യേണ്ടി? സോ 40 ഡിഗ്രി 20 മിനിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രി എഴുതി 121/3 ഇൻറ്റു ഞാൻ റേഡിയയിലേക്ക് മാറ്റേണ്ടി. സോ റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈ വേണം. പൈ വേണം എന്ന് പറഞ്ഞാൽ പൈ മേലെ വരണം. ശരിയല്ലേ? സോ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സാധനം കിട്ടണ്ട? ഈസി അല്ലേ? സോ π/180 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ആണ് എഴുതിയാൽ മതി അല്ലെ. 121 ബൈ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 180 which is 540 റേഡിയൻസ്. സിമ്പിൾ പരിപാടിയാണ്, ഒരു പണിയില്ല, ഈസി ആയിട്ട് കിട്ടും. എന്തെങ്കിലും പണി ഉണ്ടാ? സിമ്പിൾ കാര്യമല്ലേ അല്ലെ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? റേഡിയൻ ടു ഡിഗ്രി കൺവേർട്ട് ചെയ്തു അല്ലെ. റേഡിയൻ ടു ഡിഗ്രി ദെൻ തന്നിരിക്കുന്ന ഡിഗ്രി ടു റേഡിയൻ കൺവേർട്ട് ചെയ്തു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഡിഗ്രിയിൽ അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ഡിഗ്രിയിലേക്ക് ആക്കാൻ നിങ്ങൾ പഠിച്ചു. മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് ആക്കാൻ നിങ്ങൾ പഠിച്ചു അല്ലെ. അത് പഠിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ കൺവേർഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കറക്റ്റ് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതിന്റെ എ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയി. നമുക്ക് അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. സോ നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് 6 റേഡിയൻ അല്ലെ. 6 റേഡിയൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ട് റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇക്വേഷൻ അല്ലേ നമുക്ക് അറിയുന്നത്, നമ്മളൊന്നും കാണാതെ പഠിക്കണം, നമുക്ക് അറിയാം അല്ലെ. 6 റേഡിയൻ അല്ലെ. സോ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 6 റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ കിട്ടണം. നോക്കാം. സോ തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ എന്തുകൊണ്ടാ ചെയ്യേണ്ടത്? ഞാൻ ഡിഗ്രിയിലേക്കാണ് കൺവേർട്ട് ആക്കുന്നത്. ഡിഗ്രിയിലേക്ക് ആര് വേണ്ട? പൈ വേണ്ട. സോ പൈ താഴെ പോട്ടെ. സോ 6 into 180/π എന്ത് ചെയ്യാ? ഒന്നുമില്ല, ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കി കേട്ടോ. 6 into 180/π. പൈയുടെ വാല്യൂ ആണെങ്കിൽ 3.14 യൂസ് ചെയ്യാം.
3.14 യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 22/7. 22/7 3.14 ഈക്വൽ അല്ലേ? 22/7 ചെയ്താൽ എന്നല്ലേ കിട്ടുക? പൈ. അപ്പൊ പൈയുടെ വാല്യൂ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സോ പൈയുടെ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ 3.14 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈയുടെ വാല്യൂ 22/7. ചില ക്വസ്റ്റ്യൻ പറയും യൂസ് പൈ is equal to 3.14 അല്ലെങ്കിൽ യൂസ് പൈ is equal to 22/7 എന്നൊക്കെ ക്വസ്റ്റ്യൻ പറയും. ഇവിടെ ഒന്നും പറയാതെ നമുക്ക് ഏത് യൂസ് ചെയ്യാം കേട്ടോ. സോ നോക്കിയോ, സോ ഇത് വരും 6 radians is equal to 6 into 180 into ഈ താഴെ കിടക്കുന്ന സൗണ്ട് മേലെ കത്തൂല. സോ into 7/22. സോ നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് വരുമ്പോൾ 6 radians is equal to എങ്ങനെ വരും? 6 into 1. സോ 1080 into 7/22. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 6 radians is equal to which is 343.9490 സംതിങ് അങ്ങനെ വരും അല്ലെ? സോ 343 സംതിങ് വരും. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത മിസ്റ്റേക്ക് പറയാം. നിങ്ങൾ ഈ ഫ്രാക്ഷൻ ഈ ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓക്കെ 6 റേഡിയൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ത് വാല്യൂ? ഡിഗ്രി വാല്യൂ കിട്ടി, എന്നിട്ട് ഇവിടെ പോയിട്ട് ഡിഗ്രി ഇട്ടു. അത് തെറ്റാണ്, ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. സോ ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 6 റേഡിയൻ എന്താണെന്നുള്ളത് കിട്ടി അല്ലെ? 6 റേഡിയൻ ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് കിട്ടി, വിച്ച് ഈസ് നിങ്ങൾക്ക് കിട്ടിയത് 343.949 അല്ലെ? അത് കിട്ടി. അത് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ബട്ടൺ ഉണ്ടാവും അല്ലെ? ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും അല്ലെ? ആ ബട്ടണിൽ പിടിച്ചമർത്തുക. നേരെ ആ ബട്ടണിൽ പിടിച്ചമർത്തുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ഇങ്ങനെ വരും 343 ഡിഗ്രി, ദെൻ 38 മിനിറ്റ്, ദെൻ 11 സെക്കൻഡ് അപ്രോക്സ്. ആ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. കാൽക്കുലേറ്ററിൽ ഡിഗ്രി എന്നാവും വരിക, പക്ഷെ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഉള്ളത് ഡിഗ്രി, രണ്ടാമതുള്ളത് മിനിറ്റ്, ദെൻ മൂന്നാമതുള്ളത് സെക്കൻഡ്. അത്രയാണ്. സോ കറക്റ്റ് വാല്യൂ കിട്ടി. ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ്, അങ്ങനെ കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈസി ആയിട്ട് കിട്ടും. കുഴപ്പമൊന്നുമില്ല. സോ ഇങ്ങനെ ഒരു ബട്ടൺ നിങ്ങളെ കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റും. സോ കാൽക്കുലേറ്റർ മസ്റ്റ് ആയിട്ട് കയ്യിൽ കീപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഡിഗ്രി മെഷർ corresponding to the following radian measure. ഡിഗ്രി മെഷർ കാണണം. താഴെ തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്ക് ആക്കണം. വിച്ച് മീൻസ് എനിക്ക് പൈ വേണ്ട, പൈ താഴെപ്പെട്ട എവിടേക്ക് ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ അല്ലെ? ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാ ഇല്ല? നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് കാര്യം നമുക്ക് കിട്ടി അല്ലെ? സോ നോക്കിയോട്ടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11/16 റേഡിയൻസ് ഇന്ന് മാറ്റണം അല്ലെ? 11/16 റേഡിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ കിട്ടണം. സിമ്പിൾ. നോക്കിയോ, തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ ഇൻറ്റു ആലോചിച്ചിട്ടാ ചെയ്യേണ്ടി? ഡിഗ്രിയാണ് കിട്ടേണ്ടത്. സോ ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് 180/π അല്ലെ? സിമ്പിൾ ആയിട്ട് ചെയ്യാം. സോ നോക്കിട്ടോ, 11/16 ഇൻറ്റു 180/π. പൈനതാ 22/7 അല്ലാന്നുണ്ടെങ്കിൽ 3.14 കൊടുത്താലും മതി അല്ലെ? ഇനി ആ /7 നേരെ മേലേക്ക് പോട്ടെ. സോ എന്ത് വരും? 11/16 ഇൻറ്റു 180 into 7/22. റെഡി അല്ല? നേരിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടും. സോ കറക്റ്റ് ആൻസർ കിട്ടിയാൽ നോക്കി നമ്മൾ നേരിട്ട് കാൽക്കുലേറ്ററിൽ കൊടുത്തതിന് വേണമെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വേണമെന്നില്ല. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 39.375 എന്ന് വാല്യൂ കിട്ടും. ഞാൻ പറഞ്ഞു ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവിടെ പറ്റിയ ഡിഗ്രി എന്ന് കൊടുക്കാൻ പാടില്ല. നിങ്ങളെന്ത് ചെയ്യേണ്ടി? അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു ബട്ടൺ ഉണ്ട് ഇങ്ങനെ അല്ലെ? ഇങ്ങനൊരു ബട്ടൺ ഉണ്ട് കാൽക്കുലേറ്ററിൽ. നേരെ ഈ വാല്യൂ അടിച്ചിട്ട് ആ ബട്ടൺ അടിക്കുക. സോ കറക്റ്റ് നിങ്ങൾക്ക് വാല്യൂ കിട്ടും, വിച്ച് ഈസ് 39 ഡിഗ്രി 22 മിനിറ്റ്, ഇതിനടുത്ത് 30 സെക്കൻഡ്. ഓക്കെ, സോ അങ്ങനെ കറക്റ്റ് വാല്യൂ കിട്ടും. കറക്റ്റ് വാല്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. നിങ്ങൾ ആ ബട്ടൺ അടിക്കുക എന്നുള്ളത് മാത്രമേ അതിൽ കാര്യമുള്ളൂ കേട്ടോ. വേറെ ഒന്നും അതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ന്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ -4 റേഡിയൻ. സോ നോക്കി കേട്ടോ, -4 റേഡിയൻ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് -4 റേഡിയൻ. -4 റേഡിയൻ സിമ്പിൾ. -4 റേഡിയൻ എന്താ ചെയ്യേണ്ടി? തന്നിരിക്കുന്ന റേഡിയൻ മെഷറിന് -4 ഇൻറ്റു 180/π. ഒന്നുകൂടെ -4 ഇൻറ്റു 180/π. പൈ എന്ന് പറഞ്ഞാൽ 22/7 അല്ലെ? സോ 22/7 ആ 7 മേലേക്ക് വരുമ്പോൾ -4 ഇൻറ്റു 180 ഇൻറ്റു 7/22 അല്ലെ? ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ കൊടുത്താൽ വിച്ച് ഈസ് -229.09 സംതിങ് കിട്ടും അല്ലെ? എന്നിട്ട് നമ്മൾ നേരെ ഈ ബട്ടൺ ഇട്ട് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? -229 ഡിഗ്രി 5 മിനിറ്റ് 27 സെക്കൻഡ്സ്. ഇതെല്ലാം കാൽക്കുലേറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കാൽക്കുലേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടാവും. സോ എക്സാമിന് പോകുമ്പോൾ മറക്കാതെ കാൽക്കുലേറ്റർ കയ്യിൽ വെക്കുക. ഇതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. എക്സാമിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ കയ്യിൽ ഉണ്ടാവണം.
അത്ര ഒന്നുമില്ല. ബാക്കി എല്ലാം നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതെന്താ ചെയ്യാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, ഒരു പണിയില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തു തരാം അല്ലേ. സോ നമുക്ക് അടുത്ത 2 ദിവസം കൊണ്ടുണ്ട്, അതും പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സോ നോക്കിട്ടാ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യങ്ങളോട് ചോദിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താ, ഓക്കെ, 5π/3 റേഡിയൻസ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു 5π/3 റേഡിയൻസ് ഇസ് ഈക്വൽ ടു, ചെയ്യല്ല, റേഡിയൻ ടു ഡിഗ്രി ചെയ്യാം, ഈസി. സോ 5π/3 ഇൻറ്റു 180/π. സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. എന്താ, ഈ പൈയും ഈ പൈയും വെട്ടിപ്പോയി, ഈ 3യും ഈ 180 നമുക്ക് വെട്ടിക്കളയാം. എങ്ങനെ, 3യിൽ ഒരു 3 ഉള്ളൂ, 180 60, 60. ഇനി ഒന്നുമില്ല, 5 × 60 വിച്ച് ഇസ് ഈക്വൽ ടു 300. സോ കറക്റ്റ് 300 ഡിഗ്രി. ദാറ്റ്സ് ഓൾ. ഇത് ഈസിയാന്ന് നോക്കാം മക്കളെ. ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ പോലും ഇല്ലാതെ ചെയ്യാൻ പറ്റും അല്ലെ, കാരണം പയ്യും വെട്ടിപ്പോകും അല്ലെ, ഈസിയായിട്ട് ചെയ്തു. അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു. 7π/6 റേഡിയൻ. 7π/6 റേഡിയൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ കാണണം. ഒരു പണിയില്ല, നോക്കിയോ. 7π/6 ഇൻറ്റു തന്നിരിക്കുന്ന റേഡിയൻ മെഷറിനെ ഇൻറ്റു 180/π. പൈ ക്യാൻസൽ അല്ലെ, അപ്പൊ തന്നെ ക്യാൻസൽ ആയി. ഈ 6 180 ക്യാൻസൽ ചെയ്തില്ല, 6ൽ ഒരു 6, 180 30 60 അല്ലെ. ഈ 7 × 30 which is equal to 210. സോ 210 ഡിഗ്രി. ഇത് ഈസിയാണ് നോക്കിയാ. എന്തെങ്കിലും പണിയുണ്ടോ മക്കളെ? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അടിച്ച് ചെയ്യാൻ പറ്റും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കില്ല. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. So അടുത്ത ക്വസ്റ്റ്യൻ, the minute hand of a watch is 1.5 centimeter long. How far does it tip move in 40 seconds? ശരിയല്ലേ? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ പണിയൊന്നുമില്ല. ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്നുള്ള ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് യൂസ് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. വലിയ പണിയൊന്നും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ലെങ്ത് ഓഫ് ആൻ ആർക്ക് നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു അല്ലെ. ലെങ്ത് ഓഫ് ആൻ ആർക്ക് കാണാൻ എല്ല് കാണാനുള്ള ഇക്വേഷൻ എന്താ, ആർ തീറ്റ. ജസ്റ്റ് ഒരു സിമ്പിൾ ഇക്വേഷൻ കഴിഞ്ഞിട്ടില്ല. വേർ തീറ്റ ഇൻ എന്തിലായിരിക്കണം, തീറ്റ ഇൻ റേഡിയൻസ്. തീറ്റ റേഡിയനിലായിരിക്കണം. തന്നിരിക്കുന്ന ആംഗിൾ റേഡിയൽ അല്ല, ഡിഗ്രിയിലാണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ ഓൾറെഡി ഇപ്പൊ പഠിച്ചു അല്ലെ. സോ ഇവിടെ ഒരു വാച്ചിന്റെ, അപ്പൊ ഒരു വാച്ച് അല്ലെ, നമുക്കൊരു വാച്ച് വേണമല്ലോ, നമുക്ക് വാച്ച് ഉണ്ടാക്കാം. കേട്ടാ, ഒരു വാച്ച്, ഇതിലൊരു ഒരു വാച്ച് ഉണ്ട്, നല്ല അടിപൊളി വാച്ചാ അല്ലെ. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ് 1.5 സെന്റിമീറ്റർ ലോങ് ആണ്. സോ മിനിറ്റ് ഹാൻഡ് അറിയാലോ, ഏറ്റവും വലിയ ഹാൻഡ് അല്ലെ. സോ ഏറ്റവും വലിയ ഹാൻഡ് ഞാൻ വെച്ചു, ഇങ്ങനെ മുട്ടിച്ചാണ് വെച്ചു. ഓക്കെ, സോ 1.5 സെന്റിമീറ്റർ ലോങ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ അതിവിടെ മാർക്ക് ചെയ്തു 1.5 സെന്റിമീറ്റർ ലോങ്. 1.5 സെന്റിമീറ്റർ ലോങ് റെഡി. സോ അത് 12 മണിയിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഹൗ ഫാർ ഇറ്റ്സ് ടിപ്പ് മൂവ് ഇൻ 40 മിനിറ്റ്സ്. അതായത് ഈ മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പ് ഉണ്ട്, ഞാൻ ടിപ്പ് ഒന്ന് മാർക്ക് ചെയ്യാൻ നോക്കില്ല. ഇതാണ് ഇതിന്റെ ടിപ്പ്, റെഡി, ഇതിന്റെ ടിപ്പ് അല്ലെ, ആ മിനിറ്റ് ഹാൻഡിന്റെ ടിപ്പ് അല്ലെ. ആ ടിപ്പ് 40 മിനിറ്റിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഇതാണ് നമുക്ക് കാണാനുള്ളത്. ഈ ടിപ്പ് 40 മിനിറ്റ്സ്. മക്കളെ ആലോചിക്കേ, ഈ 40 മിനിറ്റ് അറിയുമ്പോൾ ആ ടിപ്പ് ഏത് നമ്പറിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ 12ലാണ് എടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നമ്പർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നമുക്ക് എല്ലാ നമ്പേഴ്സും വേണമെന്നില്ല. സോ ഇവിടെ നോക്കിട്ടാ, ഇത് 12 നമുക്കറിയാലോ. ദെൻ കറക്റ്റ് ഇവിടെ 3 ഉണ്ടാവും, ദെൻ ഇവിടെ 6 ഉണ്ടാവും, ദെൻ ഇവിടെ 9 ഉണ്ടാവും അല്ലെ. അങ്ങനെയല്ലേ കിടക്കുന്നത്. ഫൈൻ. 40 മിനിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ കയറും. 40 മിനിറ്റ് പറയുമ്പോ എത്ര വരിക, 40 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് 3 എത്തിയിട്ടുണ്ടാവും അല്ലെ. 40 മിനിറ്റ് നിങ്ങൾക്ക് അറിയാടാ, നമ്മളിപ്പോ 7:40 അപ്പൊ 7 ഹവർ ഹാൻഡ് ഉണ്ടാവും. ദെൻ 40 40-ലാണോ മിനിറ്റ് ഹാൻഡ് ഉണ്ടാവുക, അല്ല 8-ലായിരിക്കും അല്ലെ. സോ 40 മിനിറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറിയില്ല, ഓരോ ഡിവിഷൻ 5 മിനിറ്റ് വെച്ചിട്ടല്ലേ. സോ 40 മിനിറ്റ് പറഞ്ഞാൽ 8-ലെത്തി. അതായത് ഈ ഒരു മിനിറ്റ് ഹാൻഡ് കറങ്ങി ഇവിടെ 7 കഴിഞ്ഞത് എങ്ങനെ ഇവിടെ 8-ലെത്തി വിചാരിക്കാം. സോ 8-ലെത്തി മാർക്ക് ചെയ്യാം, 8-ലെത്തി. സോ ഇവിടെ 8-ലെത്തി. സോ മക്കൾ നോക്കിക്കേ, മക്കൾ കണ്ടു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിട്ടാ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നോക്കണേ, ഇങ്ങനെ ഇത് ഈ സാധനം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഒരു ആർക്കല്ലേ കിട്ടിയത്, ഒരു ചെറിയൊരു ആർക്ക് പീസ് കാണുന്നുണ്ടല്ലോ. ആ ആർക്കിന്റെ ലെങ്ത്, കാരണം ആ ഒരു ഡിസ്റ്റൻസ് അതാണ് നമുക്ക് കാണേണ്ടത്. സോ വിച്ച് മീൻസ് ആ ആർക്കിന്റെ ലെങ്ത് കണ്ടാൽ മതി. ആ ആർക്കിന്റെ ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ കിട്ടും എത്രയാണ് ആ മിനിറ്റ് ഹാൻഡിന്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്നുള്ളത്. സോ അത് കാണണം. അത് കാണുന്നുണ്ട് എന്താ കിട്ടേണ്ടി. മക്കളൊന്ന് ആലോചിക്കേ, ഈ ഒരു ഫിഗർ മൈൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ തന്നെ കുറേ കാര്യങ്ങൾ കിട്ടും. വിച്ച് മീൻസ് ഇതിപ്പോ സർക്കിൾ ആണ്, ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ആ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെ റേഡിയസ് കിട്ടി. റേഡിയസ് എന്താ
1.5 സെന്റിമീറ്റർ അല്ലെ. നമുക്ക് കാണാനുള്ളത് ഇതാ, ഇതിങ്ങനെ കറങ്ങി ഈ കറങ്ങിയ ലെങ്ത് ആണ് കാണിക്കുന്നത്. മീൻസ് എല്ല്. ഇത് ഞാൻ എല്ല് എന്ന് കൊടുത്താൽ ഈ എല്ലാണ് നമുക്ക് കാണാനുള്ളത്. എല്ല് കാണാൻ എനിക്ക് 6 കിട്ടി. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? ഈ തീറ്റ കിട്ടണം. അതായത് ഈ ഒരു ആംഗിൾ കിട്ടണം, ഈ ഒരു തീറ്റ. ഇതെങ്ങനെ കിട്ടുക? അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ്ടാ, ഈ ക്വസ്റ്റിൽ ഇട്ട് കൊടുത്ത പരിപാടി. ആ തീറ്റ എങ്ങനെ കിട്ടുക? ആ തീറ്റ നമുക്ക് എവിടെ കിട്ടും? അതും കൂടെ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഞാൻ ചെയ്യട്ടെ. ഒരു സർക്കിൾ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കറങ്ങി കഴിയുമ്പോൾ എത്ര ഡിഗ്രിയോടെ കയറി അല്ലെ? നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. പോകില്ല, 360 ഡിഗ്രി. ഇനി ഇതൊരു ക്ലോക്കാന്ന് വിചാരിച്ചേ, ക്ലോക്ക് ആണെന്ന് വിചാരിക്കട്ടാ. സോ ക്ലോക്ക് ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 360 ഡിഗ്രിയാണ് നമുക്ക് 360 ഡിഗ്രിയിലാണ് ഒരു ഫുൾ സർക്കിൾ ക്രിയേറ്റ് ആവുന്നത് നമുക്കറിയാം. സോ ഞാൻ ചോദിക്കട്ടെ, ഓരോ 5 മിനിറ്റിലും എത്ര ഡിഗ്രി പോകുന്നുണ്ടാവും? ഓരോ 5 മിനിറ്റിലും എത്ര ഡിഗ്രി പോകുന്നുണ്ടാവും? ഇപ്പോ അറിയാം, അപ്പൊ ഇത് 12, ദെൻ ഇത് 1, ദെൻ പിന്നെ 2, ദെൻ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇവിടെ 3 ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് 4 ഉണ്ടാവും, ദെൻ 5 ഉണ്ടാവും, ദെൻ 6 ഉണ്ടാവും, ദെൻ 7 ഉണ്ടാവും, ദെൻ 8 ഉണ്ടാവും. ഇങ്ങനെ വരുന്നത്. സോ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഒരു ക്ലോക്കിൽ, ഒരു വാച്ചിൽ 30 ഡിഗ്രി മാറുന്നുണ്ട്. ഒരു 5 മിനിറ്റിൽ 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. എഗെയിൻ ഞാൻ മറ്റൊരു ക്ലോക്ക് വരയ്ക്കാം. സോ ഇവിടെ നോക്കിട്ടാ, റെഡി. സോ ഇവിടെ 12, 1, 2, then കറക്റ്റ് 3. ശരിയല്ലേ? 12 ഇങ്ങനെ തുടങ്ങി കറക്റ്റ് ഇവിടെ 90 ഡിഗ്രി അല്ല ആവുന്നത്. ശരിയല്ലേ? അപ്പൊ 90 ഡിഗ്രി ആവണമെങ്കിൽ ഇവിടെ 30 ആയി ഉണ്ട്. ദെൻ അടുത്ത 30, 60 ആയി, ദെൻ അടുത്ത 90 ആയി. അങ്ങനെ 90 ആയി, ദെൻ അടുത്ത് 120 ആയി, പിന്നെ 150 ആയി. അങ്ങനെ 6 എത്തുമ്പോൾ കറക്റ്റ് 180 ഡിഗ്രി. കണ്ടാൽ തന്നെ മനസ്സിലാവും, 180 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഇവിടെ എത്തുമ്പോൾ, അതായത് 7 എത്തുമ്പോൾ 210 ഡിഗ്രി, 8 എത്തുമ്പോൾ 240 ഡിഗ്രി, വിച്ച് മീൻസ് ഈ ഒരു ആംഗിൾ പറഞ്ഞാൽ 240 ഡിഗ്രിയാണ്. ഒന്നുമില്ല, ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ 30 ഡിഗ്രി മാറും. സോ നമുക്ക് തീറ്റ കിട്ടി. തീറ്റ കിട്ടി. തീറ്റ എന്താ? തീറ്റ = 240 ഡിഗ്രി. പക്ഷേ 240 ഡിഗ്രി എന്നുള്ള സാധനം ഈ ഇക്വേഷനിൽ ഇടാൻ പറ്റൂല. ഈ ഒരു ഇക്വേഷനിൽ ഇടാൻ പറ്റൂല. എന്തുകൊണ്ടാ? തീറ്റ റേഡിയൽ ആയാലും ആ ഇക്വേഷനിൽ ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ തീറ്റ റേഡിയൽ ആവണം. കുഴപ്പമില്ല, തീറ്റ 240 ഡിഗ്രി ആണ്. സോ തീറ്റ 240 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടി അല്ലെ? സോ നോക്കി. ഓക്കെ, സോ തീറ്റ 240 ഡിഗ്രി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ കാണണം. സോ നോക്കിട്ടാ, സോറി, തീറ്റ = 240 ഡിഗ്രി അല്ലെ? സോ തീറ്റ = 240 ഡിഗ്രി. എനിക്ക് ഡിഗ്രി എല്ലാം വേണ്ടിയിട്ട് റേഡിയൻ വേണം. സോ ഡിഗ്രി ടു റേഡിയൻ കൺവേർട്ട് ചെയ്യണം. സോ ഡിഗ്രി ടു റേഡിയൻ എന്ന് പറഞ്ഞാൽ പൈ വേണം. സോ പൈ മേലെ വരണം. സോ ഇൻറ്റു π/180 അല്ലെ? രണ്ട് നമുക്ക് കട്ട് ചെയ്തൂടെ? 180 240 കട്ട് ചെയ്തൂടെ? 60 വെച്ചിട്ട് കട്ട് ചെയ്തൂടെ അല്ലെ? ഇവിടെ 4 60 ഉണ്ട്, ഇവിടെ 3 60 ഉണ്ട്. സോ തീറ്റ = 4π/3 റേഡിയൻസ്. കിട്ടിയ? സിമ്പിൾ അല്ലേ? തീറ്റ കിട്ടി അല്ലെ? എന്തെങ്കിലും പണിയുണ്ടാ? ഒരു പണിയില്ല. നമുക്ക് ഡയറക്റ്റ് അതിലിട്ട് കൊടുത്ത പരിപാടി. സോ ലെങ്ത് കാണാം. L = r തീറ്റ. സോ L = r എന്താണെന്നുള്ളത് നമുക്കറിയാം. r എന്താ? വിച്ച് ഈസ് 1.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു തീറ്റ എന്ത് കിട്ടി? 4π/3 എന്ന് കിട്ടി. പൈയുടെ വാല്യൂ 3.14 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ അതന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് ചെയ്തെടുക്കാം. സോ L = 1.5 × 4 × 3.14 ഓൾ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് നമുക്ക് കിട്ടും. ലെങ്ത് കിട്ടുന്നത് 6.28 സെന്റിമീറ്റർ എന്ന ലെങ്ത് കിട്ടും. ഒന്നുമില്ല, ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടും. സോ കാൽക്കുലേറ്റ് വെരി 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 ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് sin 75 ഡിഗ്രി. പല ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ കിട്ടിയ വാവ് എന്ത് ഈസി മക്കളെ അല്ലെ? എന്തോ ഒരു ഈസി. നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കും. sin 75 ഡിഗ്രി അടിച്ചു വെക്കും, ആൻസർ കിട്ടും. പക്ഷെ മാർക്ക് കിട്ടില്ല. കുഴപ്പമുള്ളൂ. ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആ വാല്യൂ, ആ ആൻസർ അല്ലേ നമുക്ക് വേണ്ടി. ഇവിടെ ചെറിയൊരു സംഭവം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പരീക്ഷിക്കാൻ പോകുന്നത്. സോ അത് എന്താ ഏതാന്നുള്ളത് കറക്റ്റ് ഞാൻ കാണിച്ചുതരാം. മക്കളൊന്നും ഇവിടെ നോക്കിക്കേ. നിങ്ങൾ ആദ്യം തന്നെ ഒരു ടേബിൾ എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ടേബിൾ നിങ്ങൾ 10ാം ക്ലാസ്സിനൊക്കെ പഠിച്ചതാണ്. ഒന്നുമില്ല, സൈന്, കോസ്, ടാന് കുറെ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് 0 ഡിഗ്രി 30 ഡിഗ്രി അല്ലെ പഠിച്ചാല? 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഇതെല്ലാം പഠിച്ചാല? സൈൻ 0 അടുത്ത സൈൻ 30 1/2 സൈൻ 45 1/√2 സൈൻ 60 √3/2 അടുത്ത 1 അല്ലെ? അടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിട്ടി അല്ലെ? തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസിന്റെ എല്ലാവരും കിട്ടി. ഇനി ഡിവൈഡ് ചെയ്ത ടാൻ കിട്ടി. സോ 0 1/√3 1
നോട്ട് ഡിഫൈൻഡ് അല്ലെ, ഇതെല്ലാം വാല്യൂസ് നിങ്ങൾക്ക് അറിയുന്നത്. അതിനെല്ലാം ഒരു കുഴപ്പമില്ല. ഇതൊക്കെ 10ാം ക്ലാസ് നമ്മൾ പഠിച്ചതാ, +1 വീണ്ടും പഠിച്ചതാ. ഈ ടേബിൾ ഒന്നുകൂടെ വലുതാക്കിയിട്ട് നമ്മൾ +1 പഠിച്ചല്ലേ. അടുത്ത് 90 180 പഠിച്ചു, അത് കഴിഞ്ഞ് 360 ഒക്കെ പഠിച്ചു അല്ലെ. വലിയ ടേബിളൊക്കെ നമുക്ക് അറിയാം, ഒന്നും കുഴപ്പമില്ല. സോ ഇതിന്റെ വാല്യൂസ് നിങ്ങൾക്ക് കാണാതെ അറിയണം, കുഴപ്പമില്ല. അപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യന് സൈൻ, ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങളൊന്ന് മാറ്റി എഴുതണം. സൈൻ 75 ഡിഗ്രി എന്ന ക്വസ്റ്റ്യനെ നിങ്ങൾ എങ്ങനെ എഴുതണം? സൈൻ 30 + 45 ഡിഗ്രി എന്ന രീതിയിൽ മാറ്റി എഴുതണം. സൈൻ 30 + 45 ആക്കി എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, അതെ സാർ എങ്ങനെ എഴുതുന്നത്? 75 അല്ലേ, 70 + 5 എഴുതിയ പോലെ, 74 + 1 എഴുതിയ പോലെ, നിങ്ങൾക്ക് എഴുതിയ പോലെ നിങ്ങൾക്ക് ചോദിക്കാം. എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് 74 1 ഒക്കെ വാല്യൂസ് ഈ ടേബിൾ നോക്കിയാൽ കിട്ടുമോ? ഇല്ല. ഈ ടേബിളിലുള്ള വാല്യൂസ് നിങ്ങൾ ഓൾറെഡി അറിയുന്ന 30 45 അങ്ങനത്തെ വാല്യൂസിന്റെ സമ്മോ ഡിഫറൻസോ ആക്കിയിട്ട് വേണം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മാറ്റി ചെയ്താൽ വേണ്ടിയിട്ട്. ഇപ്പൊ കിട്ടിയ അതെങ്ങനെയാ 30 + 45 തന്നെ ആക്കിയെന്നുള്ളത്? സോ ഇവിടെ ഉള്ള വാല്യൂസിന്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ വേണം എഴുതാനായിട്ട്. സോ സൈൻ 30 + 45 അതെങ്ങനെ ഡിഫറൻസ്? ഇനി നിങ്ങൾ പഠിക്കേണ്ട റിസൾട്ട് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. എന്താണ് സൈൻ A + B? sin A + B, which is sin A cos B plus cos A sin B. Very important result. Sin A + B is equal to sin A cos B plus cos A sin B. ഒന്നുമില്ല. sin A + B is equal to SC + CS. SC + CS. ഇവിടെ ഫസ്റ്റ് ആരാണുള്ളത്? അത് എയുടെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ആരാണുള്ളത്? രണ്ടാമത്തെ ആൾക്ക് ഇട്ട് കൊടുക്കുക. അടുത്തേ ഫസ്റ്റ് ഉള്ളത് ഫസ്റ്റ് ആൾക്ക്, രണ്ടാമത്തെ ആൾക്ക്. സോ പറഞ്ഞു നോക്കി, sin A cos B cos A sin B. ഇത് ഞാൻ ഇവിടെ എഴുതി വെച്ചുള്ളൂ. ഫൈൻ. സോ sin A + B which is AC + CS. അത് വെച്ചിട്ട് ചെയ്യാം. സോ sin A + B പറഞ്ഞോ എന്തേലും ഇങ്ങനെ മാറ്റിയതാ. സോ sin 30 × cos 45 അല്ലെ, SC പ്ലസ് cos 30 × sin 45 അല്ലെ. സിമ്പിൾ. എന്താ sin 30യുടെ വാല്യൂ? sin 30 1/2 cos 45, so into 1/√2 plus cos 30 which is √3/2 sin 45 which is into 1/√2. just ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തതിന് പരിപാടി ചെയ്തു. സോ നോക്കിയോ, 1 × 1 1/2 2 × √2 so 2√2 plus √3 × 1 √3 all divided by 2 × √2 2√2 അല്ലെ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഒന്നുമില്ല മക്കളെ. ഡിനോമിനേറ്റർ രണ്ടാക്കും സെയിം ആണ്. ഇതിന്റെ ക്രോസ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഡയറക്റ്റ് അതേ ഡിനോമിനേറ്റർ അതേപോലെ എടുത്ത് എഴുതി വെച്ചോ അല്ലെ. മേലുള്ളത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം അല്ലെ. ആഡ് ചെയ്ത് കറക്റ്റ് വാല്യൂ ചെയ്താൽ ഇത് റൂട്ട് ഉള്ളതാണ്. സോ റൂട്ട് ഉള്ളതായത് ജസ്റ്റ് അവിടെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 1 + √3 എന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്റെ കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കിട്ടുക. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ ഡെസിമൽ പോയിന്റ്സ് ആയിട്ട് കിട്ടുക. അത് ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. അതുകൊണ്ടാണ് കാൽക്കുലേറ്റർ ഒരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തന്നെ ചെയ്തു. ഓക്കെ അല്ലേ? ഈ വാല്യൂസ് എല്ലാം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക. റെഡി? സോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത് ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ദി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ sin 765 ഡിഗ്രി. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം. 75 ഡിഗ്രി ആയപ്പോൾ 30 + 45 എഴുതാമായിരുന്നു. 765 ഡിഗ്രി എങ്ങനെ എഴുതുന്നത് അല്ലേ? അത് നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റായൊന്നുമില്ല അല്ലേ. ആ ടേബിൾ നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് പഠിച്ചത്. sin 360 നമ്മൾ പഠിച്ചതാണ്. വേണമെന്നെ ആ രീതിക്കൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ 3 ടേംസ് ഒക്കെ വരും. 360 + 360 + 45. അപ്പൊ sin A + B + അതൊന്നും വേണ്ട. ഞാൻ വേറെ സംഭവം പഠിച്ചതാണ് നോക്കിട്ടാ. സോ കുറച്ച് വലിയ വാല്യൂസ് ഒന്നും അല്ലേ. സോ ചെയ്യടാ ഒരൊറ്റ റിസൾട്ട് നോക്കിട്ടാ. sin 2nπ + x is equal to sin x. എന്താണ്? sin 2nπ + x is equal to sin x. ഒന്നുമില്ല. ഈ 2n എന്താ? ഈവൻ അല്ലെ. ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചതാ നോക്കിട്ടാ. ഓക്കെ, sin 2n നമ്മൾ ഈവൻ നമ്പേഴ്സ് തന്നെ കൊടുക്കുക. സോ sin 10π + ഒരു 30 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കളെ sin ഈവൻ പൈ ആണ് വരുന്നതെങ്കിൽ ഈവൻ പൈ വന്ന നിങ്ങൾ അതിനെ മൈൻഡ് ആക്കണ്ട. നേരിട്ട് sin x ഇതാ. അപ്പൊ അവിടെ എന്ത് വരും? നേരിട്ട് sin 30 ഇടിയാ. എന്ത് ഈസിയാ നോക്കിയാ. ആ ഒറ്റ റിസൾട്ട് പറഞ്ഞാൽ മതി. sin ഈവൻ പൈ + x is equal to sin x അല്ലേ. സോ ആ ഒറ്റ റിസൾട്ട് നമ്മൾ ഒന്നുകൂടെ റിസൾട്ട് ഇവിടെ ഇടാം നോക്കിയേട്ടാ. എന്താണ്? sin ഈവൻ പറഞ്ഞാൽ 2nπ + x is equal to sin x. സിമ്പിൾ അല്ലേ? ഞാൻ റിസൾട്ട് വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. മക്കൾ ഇവിടെ നോക്കിയിരുന്നേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. sin 765 ഡിഗ്രി is equal to മറ്റേ sin
എടാ ഈ 765 എന്താ ഞാൻ ചോദിക്കട്ടെ, ഒരു സർക്കിൾ ഉണ്ടാവാൻ 360 ഡിഗ്രി അല്ലെ, രണ്ട് സർക്കിൾ ഉണ്ടാവാനോ 360 720 ഡിഗ്രി. അപ്പൊ 765 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓ രണ്ട് സർക്കിൾ ആയിട്ടുണ്ട്. രണ്ട് സർക്കിൾ ആയ 720 ഡിഗ്രി ആയി. ഓ ശരിക്കും 765 ഡിഗ്രിയാ. അപ്പൊ അതായത് രണ്ട് സർക്കിൾ ആയതിനു ശേഷം പിന്നെ 45 കൂടെ മൂവ് ചെയ്തു. അതല്ല ഇതിന്റെ മീനിങ്, ശരിയല്ല? അതായത് സൈൻ 765 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? 720 പ്ലസ് 45 എന്ന് എഴുതാം. അതായത് രണ്ട് സർക്കിള് പ്ലസ് 45 മാറ്റിയിരിക്കൂടെ നോക്കിയടാ. സൈൻ 720 എന്താ? രണ്ട് സർക്കിൾ. സോ 2 × 360 അല്ലെ, രണ്ട് സർക്കിൾ പ്ലസ് 45. സിമ്പിൾ സിമ്പിൾ. ഒന്നും കൂടെ, സൈൻ 2 × 360 ഡിഗ്രി എന്താ? 2π, നമുക്ക് അറിയുന്ന 2π പ്ലസ് 45. സിമ്പിൾ. ഒന്നും കൂടെ, സൈൻ 2 × 2π വിച്ച് ഈസ് 4π, നമുക്ക് അറിയുന്ന പ്ലസ് 45. ഇനി ഒന്ന് നോക്കിക്കടാ. സൈൻ 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 നേരത്തെ പഠിച്ച സംഭവം. സൈൻ 4 എന്താ? ഈവൻ. സോ സൈൻ ഈവൻ പൈ പ്ലസ് എക്സ് is equal to sin x. നേരിട്ട് സൈൻ 45 എഴുതാം. സൈൻ 45 എന്താണെന്ന് എനിക്കറിയാം. സൈൻ 45 which is equal to 1/√2. സിമ്പിൾ. ഇടിയാ, ഇത് ഈസിയാ. നോക്കിയാ ഇതേത് പണിയുണ്ടാ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ല. അതേ പറഞ്ഞു 765 എന്നുള്ള നമ്പർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കിയാലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ കണ്ടപ്പോ അയ്യോ ഷോ ദാറ്റ് ക്വസ്റ്റ്യനോ, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അലർജിയാ സാറേ, ഞങ്ങൾക്ക് പറ്റൂല സാറേ, ഞങ്ങൾക്ക് കഴിയൂല സാറേ, ഷോ ദാറ്റ് കണ്ടു കഴിഞ്ഞാൽ പോകും അല്ലേ? അങ്ങനെ പോകണ്ട കേട്ടാ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കി എടുക്കാം. ചെയ്ത് നോക്കാം. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഏതൊരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി അതിന്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നാട്ട് തുടങ്ങാം, എന്നിട്ട് അത് RHSലേക്ക് RHS ഈക്വലന്റ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുക അല്ലെ. സോ ഇവിടെ മക്കളെ കൺസിഡർ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ. cos x plus cos y the whole square plus sin x plus sin y the whole square is equal to 4 cos square x minus y by 2. എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേട്ടാ. സോ കൺസിഡർ LHS. അതിന്റെ LHS കൺസിഡർ ചെയ്തു. എന്ത് LHS ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് ചെയ്താൻ പോകണേ. സോ cos x plus cos y the whole square plus sin x plus sin y the whole square. അപ്പോ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഫോർമുല അറിയണം അല്ലെ. എങ്ങനെയാണ് ഈ ആഡ് ചെയ്യുന്ന പരിപാടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. എല്ലാം എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? സോ മക്കള് പറ, sin x plus sin y is equal to എന്താ? 2 sin x plus y by 2 into cos x minus y by 2. ഒന്നുമില്ല, ഇവിടെ x ഇട്ട് കൊടുക്കുക, ഇവിടെ y ഇട്ട് കൊടുക്കുക. ഫസ്റ്റത്തെ ആൾക്ക് ഈ രണ്ടാൾക്കാരെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക. എക്സ് പ്ലസ് വൈ ബൈ 2. രണ്ടാമത്തെ ആൾക്ക് എക്സ് മൈനസ് വൈ ബൈ 2. ഫസ്റ്റ് ആൾക്ക് ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക, രണ്ടാമത്തെ ആൾക്ക് മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കുക. ഇതൊന്ന് വായിച്ചു നോക്കിക്കാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ is equal to 2 sin x plus y by 2 into cos x minus y by 2. അതാണ് ഫോർമുല. ഇങ്ങനെ ഒരു 4 ആൾക്കാരുണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഞാൻ അടുത്ത എന്താണ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ? കണ്ടോ, sin x minus sin y which is 2 cos x plus y by 2 into sin x minus y by 2. So ആ കോഡ് പഠിച്ചാൽ മതി. s plus s which is equal to 2sc, s minus s which is 2cs. അടുത്ത ഇപ്പൊ സൈൻ ആഡ് ചെയ്യാനും സൈൻ മൈനസ് ചെയ്യാനും പഠിച്ചു. ഇനി അടുത്ത എന്താ? ഇങ്ങനെ കോസ് ആഡ് ചെയ്യാം. cos x plus cos y is equal to എന്താ വരിക? 2 cos x plus y by 2 into cos അല്ലേ, 2cc. അങ്ങനെ വരിക. സാധനം കിട്ടിയ 2 cos x plus y by 2 into cos x minus y by 2. ഞാൻ അടുത്തേ കോസ് എങ്ങനെ മൈനസ് ചെയ്യാം? ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ 2 വരും, ഇവിടെ -2 വരും. -2ss. എന്താണ് ഫോർമുല? എന്താ? cos x minus cos y is equal to -2 sin x plus y by 2 into sin x minus y by 2. സോ ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? ഓക്കെ, ഇവിടെ ഇപ്പം എന്താ ഉള്ളത് നോക്കിട്ടാ. cos x plus cos y, അതായത് നമ്മുടെ ഈ മൂന്നാമത്തെ ഫോർമുല അല്ലെ. cos x plus cos y എന്താണെന്നല്ലേ നമുക്കറിയാം. സോ അവിടെ മാറ്റി കൊടുക്കാം. അവിടെ എന്താ? 2 cos നോക്കിട്ടാ. 2 cos ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക അല്ലെ. സോ 2 cos x plus y by 2
ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ ടു അല്ലേ. സോ ഇതിനെ നമ്മൾ മാറ്റി, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വലിയൊരു ബ്രാക്കറ്റിൽ സ്ക്വയർ പ്ലസ് പ്ലസ് ഈ ടേമിന് ചെയ്യണം. എസ് പ്ലസ് എസ്, എസ് പ്ലസ് എസ് എന്താണെന്നുള്ളത് അവിടെ കിട്ടി. സോ എസ് പ്ലസ് എസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ ടു. സോ ഇതിന്റെ ഉള്ളിലുള്ള ഈ ടേം നമ്മൾ മാറ്റി, എന്നിട്ട് അതിന് സ്ക്വയർ എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ സ്ക്വയർ എടുക്കും. റെഡി? കുഴപ്പമൊന്നുമില്ല. ഇനി ഈ സ്ക്വയർ എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ. സോ ഞാൻ ആദ്യം ഈ സ്ക്വയർ മുകളിൽ നേരെ ഇങ്ങനെ മുകളിൽ ഈ 2 കൊടുക്കാൻ പോണേ. സോ ആ 2 കൊടുത്തു. 2ന്റെ സ്ക്വയർ എന്താ? സോ ബാക്കി ഇസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 അല്ലെ. പിന്നെ ഈ കോസിന് എടുത്തു, അപ്പൊ 2 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു അല്ലെ. പിന്നെ ഈ കോസിന് എടുത്തു, അടുത്ത കോസിന് എടുത്തു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു അല്ലെ. ഇതൊരു ടേം പ്ലസ് ഞാൻ അടുത്തത് ഈ ടേം അതേപോലെ സ്ക്വയർ എല്ലാത്തുള്ളത് ആദ്യം 2ന് കൊടുക്കുക, പിന്നെ സൈന് കൊടുക്കുക, കോസിന് എടുക്കുക. സോ 2ന് എടുക്കുമ്പോൾ വീണ്ടും 4, സൈൻ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു. റെഡി അല്ലേ? കുഴപ്പമൊന്നുമില്ല. സോ ഓക്കെ, ബാക്കി ചെയ്യാം. നോക്കിട്ടാ, നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ ബാക്കി ഇതാ 4 നമുക്ക് ഇങ്ങനെ കിട്ടി. 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു പിന്നെ പ്ലസ് 4 സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു. ഇങ്ങനെ നമുക്ക് സംഭവം കിട്ടി അല്ലെ. ഇപ്പോ രണ്ട് ടേംസ് ആഡ് ചെയ്യാൻ വെച്ചിരിക്കുക. അവിടെ കോമൺ ആയിട്ട് ആദ്യം ഉണ്ടാവും നോക്കിയാൽ മതി. കോമൺ ആയിട്ട് ആദ്യം ഉണ്ടാവും നോക്കാം, നമുക്ക് തൊപ്പി നോക്കാം. ഇതിവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. ഇവിടെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു ഉണ്ട് അല്ലെ. അത് ഇവിടെ ഉണ്ടാ, അത് ഇവിടെ ഇല്ല. പകരം പിന്നെ കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു ഇവിടെ ഉണ്ട്, അതേ സാധനം ഇവിടെ ഉണ്ട്. ശരിയല്ലേ? സോ നോക്കിക്കേ, ആരൊക്കെയാണല്ലേ നമുക്ക് കിട്ടി. 4 സെറ്റാണ്, ഇയാളും സെറ്റാണ്. സോ ഇവിടെ രണ്ട് ടേമിലുണ്ട്. സോ അവരെ നമുക്ക് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു. അത് ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഈ ടേമിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, ഈ ഫസ്റ്റ് ടേമിൽ ഞാൻ ബാക്കിയുള്ളൂ. കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു. ഇനി അടുത്ത ടേമിലോ പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ ടു അല്ലെ. ഇതിന് മാത്രമേ ബാക്കിയുള്ളൂ. സോ ഒന്നും കൂടെ 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു. ഇനി ഇതെന്താ മക്കളെ, ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? ആ സാധനം കണ്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ മക്കളെ, ഈ എക്സ് പ്ലസ് വൈ ബൈ ടു നിങ്ങൾ തീറ്റ എടുത്ത് നോക്കിയേ. ഇപ്പൊ ഇവിടെയും തീറ്റ, ഞാൻ രണ്ടോടത്ത് എക്സ് പ്ലസ് വൈ ബൈ ടു അല്ലേ. നിങ്ങൾ വായിച്ചു നോക്കിയേ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വേണ്ട, പ്ലസ് അല്ല, അപ്പൊ തിരിച്ചിട്ടോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എന്റെ വാല്യൂ 1 ആയി. സോ അവിടെ ജസ്റ്റ് ഇൻറ്റു 1 എന്നിട്ട് വെച്ചാൽ മതി. ഓക്കെ, ബാക്കി എന്താ? 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു. ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലെ. ഇനി അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ട, 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ ടു വിച്ച് ഈസ് ദ RHS. ഹെൻസ് പ്രൂവ്ഡ് അല്ലെ. ഹെൻസ് പ്രൂവ്ഡ്. ഇത് ഈസിയാണ്. നോക്കിയാൽ ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, ഭയങ്കര ഇതൊരു പണിയില്ല, സിമ്പിൾ അല്ലേ. ഇതൊക്കെ അതിന്റെ ഇങ്ങനെ കത്തണം, ഇക്വേഷൻസ് എല്ലാം വരണം, ഇത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. സോ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിപ്പോ വേറെ ഒന്നുമില്ല, സിമ്പിൾ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. അതേപോലെ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ഈസി ആയിട്ട് ചെയ്യും. സോ അടുത്ത ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. sin 5x plus sin 3x all divided by cos 5x plus cos 3x is equal to tan 4x. ചെയ്ത് നോക്കാം. Again, prove that question. So consider LHS. എന്താ LHS ഉള്ളത്? sin 5x plus sin 3x all divided by cos 5x plus cos 3x അല്ലെ. LHS നമ്മൾ എടുത്തു. മക്കളെ ഇതെന്താ? സൈൻ പ്ലസ് സൈൻ, സൈന് പ്ലസ് സൈന്. നേരത്തെ റിസൾട്ട് പഠിപ്പിച്ചെന്നാ എസ് പ്ലസ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു 2SC. സോ മാറ്റിയിടാം. 2 സൈൻ ഫസ്റ്റ് ഇവിടെ ഉള്ള രണ്ടാൾക്കാരെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക. ശരിയല്ലേ? സോ 2 സൈൻ
5x plus 3x by 2 into cos 5x minus 3x by 2 മാറ്റി all divided by ഇവിടെ c plus c അല്ലേ c plus c എന്താ 2cc so 2 cos രണ്ട് അല്ലേ ഫസ്റ്റ് ആഡ് ചെയ്ത് പോയിട്ട് which is 5x plus 3x by 2 into cos 5x minus 3x by 2 സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടത് നോക്കിയേട്ടാ 2 സൈൻ അല്ലെ വീണ്ടും എഴുതി 2 സൈൻ എടാ 5x 3x കൂടി എന്താ 5 തേങ്ങ പ്ലസ് 3 തേങ്ങ 8 തേങ്ങ അല്ലെ 8 തേങ്ങയുടെ പകുതി ഇതാണ്ട് അവിടെ പകുതി എടുക്കാൻ പറഞ്ഞു by 2 അല്ലെ സോ 5x plus 3x 8x by 2 which is 4x cos നീ 5x എന്ന് 3x പോയി 5 തേങ്ങ 3 തേങ്ങ പോയി ബാക്കി 2 തേങ്ങയുടെ പകുതി ഒറ്റ തേങ്ങ സോ cos x all divided by ഒന്നുകൂടെ 2 താഴെ അതേപോലെ cos 5x 3x കൂടി 8x 8xന്റെ പകുതി 4x സോ 2 cos 4x പിന്നെ ഇവിടെ അതേപോലെ cos 5x 3x by 2x 2xന്റെ പകുതി 1x സോ cos x ഒരേപോലെയൊക്കെ പഠിക്കുക 2 cos x പിന്നെ sin 4x by cos 4x നമുക്കറിയാം sin തീറ്റ by cos തീറ്റ is equal to tan തീറ്റ പഠിച്ചല്ലേ സോ sin 4x by cos 4x which is equal to tan 4x ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് tan 4x കിട്ടിയ which is the RHS hence proved ചില കുട്ടികളെ ഇങ്ങനെ ചെയ്ത് പോകും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർക്ക് നോക്കുക എന്താ പ്രൂവ് ചെയ്യാനുള്ളത് ഇവരങ്ങ് എന്താ വിട്ടെങ്ങനെ ഇരിക്കും സോ നോക്കണം എന്താ പ്രൂവ് ചെയ്യാനുള്ളത് നോക്കണം കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാതെ കിട്ടിയിട്ടുണ്ട് സോ ഒക്കെ നോക്കി പോണേ ഫൈൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല ഈസി ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് that sin square pi by 6 prove that sin square pi by 6 cos square pi by 3 is equal to 1 by 2 again prove that question പക്ഷേ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആവാം നമുക്ക് ആ വാല്യൂസ് നമ്മുടെ ടേബിൾ അറിയാലോ ആ ടേബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്തു പോയാൽ മതി സിമ്പിളാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല എടാ ഈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള സാധനമല്ലേ അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാ സൈൻ എക്സ് ദി ഹോൾ സ്ക്വയർ രണ്ട് ഈക്വൽ എന്നുള്ള നിങ്ങൾക്ക് അറിയാം ഇന്നോ ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ് സിമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഫൈൻ സോ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ലേ സോ കൺസിഡർ LHS left hand side which is sin square pi by 6 plus cos square pi by 3 is equal to 1 by 2 നീതല്ല കൺസിഡർ LHS ഓക്കെ സോ sin square pi by 6 നമുക്ക് എന്ത് ചെയ്താൽ sin pi by 6 the whole square അതല്ല sin square x അതാ sin x the whole square ഫൈൻ അടുത്ത plus cos square pi by 3 which is cos pi by 3 the whole square fine simple എന്താ sin pi by 6 sin pi by 6 ആണ് sin 30 which is equal to 1 by 2 table so 1 by 2 the whole square plus എന്താ cos pi by 3 cos 60 degree അതും തന്നെയാണ് 1 by 2 so 1 by 2 ന്റെ സ്ക്വയർ ഈ സ്ക്വയർ രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം സോ ഫസ്റ്റ് തന്നെ 1 സ്ക്വയർ ബൈ 2 ന്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ റെഡി സോ നോക്കിയേ 1 സ്ക്വയർ എന്താ 1 ബൈ 2 സ്ക്വയർ എന്താ 4 പ്ലസ് 1 സ്ക്വയർ എന്താ 1 ബൈ 2 സ്ക്വയർ എന്താ 4 സിമ്പിൾ അല്ലേ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡിനോമിനേറ്റർ സെയിം അല്ലേ സോ ബൈ 4 അതേപോലെ 1 പ്ലസ് 1 2 സോ 2 ബൈ 4 which is 1 by 2 1 by 2 is the RHS hence proved അല്ലേ RHS hence proved അല്ലേ ഫൈൻ നമ്മൾ പ്രൂവ് ചെയ്തു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞ ഈസി ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അതെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അടുത്ത ക്വസ്റ്റ്യൻ വാവ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ പേടി അല്ലേ Consider the function f defined by f of x is equal to sin 4x plus sin 3x plus sin 2x all divided by cos 4x plus cos 3x plus cos 2x. Show that f of x is equal to tan 3x. ഒന്നുമില്ല അതിൻ്റെ വാല്യൂ tan 3x ആണെന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി മീൻസ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പ്രൂവ് ദാറ്റ് അങ്ങനെയല്ല ചോദിച്ച് വേറെ രീതിയിൽ ചോദിച്ചൊന്നേ ഉള്ളൂ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഇത് LHS ഇത് RHS എന്നുള്ള രീതിയിൽ ചെയ്തെടുത്താൽ മതി സോ ഇവിടെ നമുക്ക് എന്താ Consider LHS like consider LHS left hand side so para sin 4x plus sin 3x plus sin 2x all divided by this above cos 4x plus cos 3x plus cos 2x ready then is here എടാ എസ് പ്ലസ് എസ് ചെയ്യാൻ എനിക്കറിയാം പക്ഷേ എസ് പ്ലസ് എസ് 3 തവണ സൈൻ വന്നാൽ ആഡ് ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം 2 ആഡ് ചെയ്ത് ആൻസർ കിട്ടിയിട്ട് മറ്റേ ചെയ്യും ശരിയല്ല അങ്ങനെ തന്നെയാണ്
പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ ഇതൊരു ഈവനാണ് 4x അല്ലെ, ഈവനാണ്. ഇതെന്താ 3x. അപ്പോൾ ഓഡ് ഈവൻ കൂടെ ആഡ് ചെയ്താൽ ഓടേ ഉള്ളൂ അല്ലേ. 4x 3x ആഡ് ചെയ്താൽ 7x. 7x പകുതി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഓടും ചെയ്യാം, അല്ലെങ്കിൽ ഈവനും ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ക്വസ്റ്റിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പോവാം. sin 4x പ്ലസ് sin 3x ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, sin 2x ചെയ്തു. എന്നിട്ട് പ്ലസ് sin 3x. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റിയെന്നുള്ളൂ. ഓൾ ഡിവൈഡഡ് ബൈ അതേപോലെ തായി cos 4x പ്ലസ് cos 2x ആദ്യം ചെയ്തു, പ്ലസ് cos 3x പിന്നീട് ചെയ്തു അല്ലേ. ആദ്യം നമുക്ക് ഈ രണ്ടാൾക്കാരെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാം, എന്നിട്ട് മറ്റേ ചെയ്യാം. റെഡി. സോ എസ് പ്ലസ് എസ് ഓൾറെഡി പഠിച്ചത്. എസ് പ്ലസ് എസ് എന്താ 2sc അല്ലേ. സോ 2sin ഇത് രണ്ടും ആഡ് ചെയ്യാം അല്ലേ. 4x പ്ലസ് 2x ബൈ 2 ഇൻറ്റു cos 4x മൈനസ് 2x ബൈ 2 രണ്ടും ചെയ്തു. പ്ലസ് ഞാനുണ്ട് ഒരു sin 3x ഉണ്ട്. സോ sin 3x all divided by അതേപോലെ ഈ കോസും ആഡ് ചെയ്യാം. സോ c plus c which is 2cc 2 cos 4x plus 2x by 2 into cos 4x minus 2x by 2 plus അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ cos 3x ഉണ്ട്. റെഡി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സിമ്പിൾ പരിപാടിയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈസി ആയിട്ട് ചെയ്തെടുത്തു. ഇനി നോക്കിയേട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പൂരി ഉണ്ടാവും ആ ടൂ കൊണ്ട് വെട്ടിക്കളയാൻ. അത് വെട്ടാൻ സമാധാനക്കുറവുണ്ട് അല്ലേ. പക്ഷെ വെട്ടാൻ പറ്റില്ല. എന്തുകൊണ്ടാ, ഈ ഒരു ടേം പ്ലസ് മറ്റൊരു ടേം ഉണ്ട്, അതായത് പ്ലസ് ചെയ്യാൻ വെച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ പിടിച്ച് വെട്ടാൻ പറ്റില്ല. റെഡി. സോ വെട്ടരുത് കേട്ടോ, അങ്ങനെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു നോക്കണേ 2 സൈൻ അതേപോലെ എഴുതി. എടാ 4x 2x 4 തേങ്ങ 2 തേങ്ങ 6 തേങ്ങ 6 തേങ്ങൻ്റെ പകുതി 3 തേങ്ങ. സോ 2 sin 3x cos 4x minus 2x 2x അതിൻ്റെ പകുതി 1x പ്ലസ് ഞാൻ അതുണ്ട് ഒരു sin 3x ഉണ്ട്. റെഡി അല്ലേ. sin 3x all divided by ഒന്നും കൂടെ അതേപോലെ 2 cos അല്ലേ. cos 4x plus 2x 6x അതിൻ്റെ പകുതി 3x അല്ലേ. പിന്നെ അടുത്ത് cos 4x എന്ന് 2x പോയാൽ ബാക്കി cos x അല്ലേ. cos x അല്ലേ cos x പ്ലസ് ആദ്യമുണ്ട് ഒരു cos 3x ഉണ്ട്. ഇനി ഒന്നുമില്ലടാ, സിമ്പിൾ പരിപാടിയാണ്. ഈ മേലത്തെ ടേമിലുണ്ടല്ലോ, ഈ മേലത്തെ ഈ ന്യൂമറേറ്ററിൽ ആരെ കോമൺ ആയിട്ടുള്ളത് ഇതാ, ഇവിടെയും sin 3x ഉണ്ട്, ഇവിടെയും sin 3x ഉണ്ട്. വിച്ച് മീൻസ് അവിടെ മേലെന്താ ഉള്ളത്, രണ്ട് ടേം ആഡ് ചെയ്യാന്നുള്ളത്. സോ രണ്ട് ടേമിൽ കോമൺ ആയിട്ടുള്ളത് sin 3x. അതിനെന്താ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു 2 cos x ഉണ്ടാവും പ്ലസ് ഒരു 1 ഉണ്ടാവും അല്ലേ. 2 ബാക്കി ഉണ്ടാവും, cos x ഉണ്ട്, ഇവിടെ പ്ലസ് 1 ഉണ്ടാവും. ഓൾ ഡിവൈഡഡ് ബൈ അതേപോലെ താഴത്തെ ടേമിൽ ആരാ കോമൺ ആയിട്ടുള്ളത്, ഇവിടെ cos 3x, ഇവിടെ അതുണ്ട് cos 3x. സോ ആ cos 3x നിങ്ങളുടെ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താ ഉള്ളത് 2 cos x പ്ലസ് 1. റെഡി. എടാ 2 cos x പ്ലസ് 1 2 cos x പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എടാ sin തീറ്റ ബൈ cos തീറ്റ ഇസ് ഈക്വൽ ടു tan തീറ്റ. സോ tan തീറ്റ വിച്ച് ഈസ് തീറ്റേൻ്റെ പകരം 3x. അതാണ് നമുക്ക് പ്രൂവ് വേണ്ടി tan 3x. അത് കിട്ടി. വിച്ച് ഈസ് ദ RHS hence proved. സിമ്പിൾ അല്ലേ. ഇതാ ഞാൻ പറഞ്ഞാടാ, നമുക്ക് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ആ റിസൾട്ട് പഠിക്കുക, മീൻസ് ആ ഒരു ഇക്വേഷൻസ് ആ ഫോർമുലാസ് നിങ്ങൾ കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോ, സംഭവം കിട്ടും. ഒരു പേടിയും പേടിക്കണ്ട. റെഡി. സോ അത് കിട്ടിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം C മൈനസ് സി ചെയ്യാൻ അറിയാം, S മൈനസ് എസും ചെയ്യാൻ അറിയാം. ജസ്റ്റ് അത് ചെയ്താൽ മതി, കറക്റ്റ് ആൻസർ കിട്ടും. സംശയം ഉണ്ടാ, നോക്കിക്കോ, സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചിടാം. നോക്കിക്കോ മക്കളെ, നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഇന്ന് ആൻസർ കാണിച്ചിടാം. അഗൈൻ കൺസിഡർ LHS, കൺസിഡർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. നമുക്ക് ഇത് കിട്ടി, പറ. cos 9x minus cos 5x all divided by sin 17x minus sin 3x is equal to മക്കളെ C minus എന്താ -2SS. വെരി ഗുഡ്, അതന്നെ അല്ലേ. സോ -2SS -2 sin ആദ്യം ആഡ് ചെയ്യുക അല്ലേ. ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക, അതായത് 9x പ്ലസ് 5x ബൈ 2 -2SS വീണ്ടും എസ് തന്നെ, വീണ്ടും sin, പിന്നെ മൈനസ് ചെയ്തിട്ട് പകുതി എടുക്കുക 9x മൈനസ് 5x ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ ഇതെന്താ S മൈനസ് എസ്
എക്സ് മൈനസ് എസ് 2CS, വെരി ഗുഡ് വെരി ഗുഡ്. സോ 2CS 2 കോസ്, നീ ആൾക്കാർ മാറിട്ടാ ഇവിടെ 17x 3x നോക്കണം ട്ടാ. 2 കോസ് 17x പ്ലസ് 3x ബൈ 2 അല്ലേ. എക്സ് മൈനസ് എസ് പറഞ്ഞാൽ 2CS എന്നാ. വീണ്ടും സൈൻ 17x മൈനസ് 3x ബൈ 2. റെഡി? സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. സോ എടാ മൈനസ് 2 സൈൻ എടാ 9x 5x 9x 5x 14x 14xന്റെ പകുതി 7x ഇൻറ്റു സൈൻ 9x 5x പോയ 4x 4xന്റെ പകുതി 2x, സോ 2x ഓൾ ഡിവൈഡഡ് ബൈ 2 കോസ് അഗൈൻ 17xക്ക് 3x കൂട്ടിയാൽ 20x 20xന്റെ പകുതി 10x. വീണ്ടും ഇൻറ്റു സൈൻ 17xന്ന് 3x പോയി കഴിഞ്ഞാൽ ബാക്കി 14x 14xന്റെ പകുതി അല്ലേ. 14x അല്ലേ, 14xന്റെ പകുതി 7x, സോ 7x. അതും കിട്ടി. കുഴപ്പമില്ല. റെഡി? സോ നമുക്ക് കട്ടകളൊക്കെ ഇനി ഈസി ആയിട്ട് കട്ട് ചെയ്യാം. 2 ക്യാൻസൽഡ്. സൈൻ 7xും സൈൻ 7xും ക്യാൻസൽ. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണേ. ഈ മേലത്തെ ടേമിൽ ഒരു മൈനസ് ബാക്കിയുണ്ട്. സോ മൈനസ് അതേപോലെ പിന്നെ ഒരു സൈൻ 2x ബാക്കിയുണ്ട്, അതും എഴുതി. ബൈ താഴത്തെ ഡിനോമിനേറ്റർ ടേമിൽ ജസ്റ്റ് ഒരു കോസ് 10x ബാക്കിയുണ്ട്, അതും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അല്ലേ. അറിയണ്ട, കാരണം എന്താ, അതാണ് ആൻസർ. കിട്ടി. മൈനസ് സൈൻ 2x all divided by cos 10x which is the RHS, hence proved. ഒന്നുമില്ല, ആ ഫോമുല അപ്ലൈ ചെയ്താൽ കറക്റ്റ് എനിക്ക് ആൻസർ കിട്ടും. വേറെ ഒന്നും കളി ചെയ്യണ്ട. റെഡി? റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗൈൻ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും. നമുക്ക് എല്ലാം അറിയാം അല്ലേ. ഇത് ഏത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിഡക്ഷൻ ഫോമുല നന്നായിട്ട് അറിയണം. റിഡക്ഷൻ ഫോമുല നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് നന്നായിട്ട് റിഡക്ഷൻ ഫോമുല എല്ലാം അറിയണം കേട്ടോ. അതെല്ലാം അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ക്വസ്റ്റിൽ ആവശ്യമുള്ള കുറച്ച് റിഡക്ഷൻ ഫോമുല ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ ഇപ്പം നമുക്ക് കോസ് പൈ പ്ലസ് എക്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് അറിയണം. എന്താ കോസ് പൈ പ്ലസ് എക്സ്? കോസ് പൈ പ്ലസ് എക്സ് കോസ് പൈ പ്ലസ് എക്സ് അല്ലേ. കോസ് പൈ പ്ലസ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് കഴിഞ്ഞിട്ടില്ല. പൈ പ്ലസ് എക്സ് പറഞ്ഞാൽ ഏതാ ക്വാഡ്രന്റ്? പൈനേക്കാൾ കൂടുതൽ, വിച്ച് മീൻസ് തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ആരാ പോസിറ്റീവ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ് ടാന പോസിറ്റീവ്. ഇവിടെ ക്വസ്റ്റ്യൻ കോസില്ല, സോ അവിടെ മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് കോസ് എക്സ് ഇതറിയാന്ന് വിചാരിക്കുന്നു. റിഡക്ഷൻ ഫോമുല അല്ലേ. ഒരു 48 ഇക്വേഷൻസ് 48 റിഡക്ഷൻ ഫോമുലാസ് നമ്മൾ പഠിച്ചതാണ്. റെഡി? അതിലുള്ള ഒരാൾ കോസ് പൈ പ്ലസ് എക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഫൈൻ. അടുത്ത് പിന്നെ എന്താടാ ഈ കോസ് മൈനസ് എക്സ് അല്ലെ, നെഗറ്റീവ്. കോസിന്റെ ഉള്ളിൽ മൈനസ് വന്നാൽ നിങ്ങൾ അറിയണം, കോസിന്റെ ഉള്ളിലും ഓന്റെ റെസിപ്രോക്കലായ സീക്കും കോസിന്റെയും സീക്കിന്റെയും ഉള്ളിൽ മൈനസ് വന്നാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ മൈനസിനെ മൈൻഡ് ചെയ്യണ്ട. കോസ് എക്സ് അങ്ങനെ തന്നെ എഴുതിച്ചാൽ മതി, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കേക്ക് പറ്റുള്ളൂ? കോസിനും സീക്കിനും ഉള്ളിൽ മൈനസ് വന്നാൽ ഒരു കുഴപ്പമില്ല. അതെ, ഡയറക്റ്റ് ചെയ്യാം. സോ അത് കിട്ടി. എന്താ സൈൻ പൈ മൈനസ് എക്സ് നോക്കിയിട്ടാ. സൈൻ പൈ മൈനസ് എക്സ് അതെന്താ? അത് നമ്മൾ സൈൻ എക്സ് എന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് പൈ മൈനസ് എക്സ് ഏതാ ക്വാഡ്രന്റ്? പൈ മൈനസ് എക്സ് വിച്ച് മീൻസ് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓൾ സ്റ്റുഡൻസ് വിച്ച് ഈസ് സൈൻ പോസിറ്റീവ്. സോ സൈൻ പോസിറ്റീവ്, ഇത് പോസിറ്റീവ് തന്നെ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മൈനസ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇയാളെ കിട്ടണം. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്താണെന്ന് നോക്കാം. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്താ? പൈ ബൈ 2 വന്നാൽ കോ ഫംഗ്ഷൻ ഇടണമെന്ന് അറിയാം. സോ നിങ്ങൾ ജസ്റ്റ് സൈൻ എക്സ് ഇട്ട് വെച്ചു. റെഡി? സൈൻ എക്സ് ഇട്ട് വെച്ചു, കുഴപ്പമൊന്നുമില്ല. അത് ഓക്കെ. റെഡി? സൈൻ എക്സ് പൈ ബൈ 2 പ്ലസ് എക്സ് ഏതാ ക്വാഡ്രന്റ്? പൈ ബൈ 2 90 പ്ലസ് എക്സ് വിച്ച് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്, പക്ഷേ സോറി സെക്കൻഡ് ക്വാഡ്രന്റ് സെയിം പോസിറ്റീവ്, പക്ഷേ ക്വസ്റ്റ്യൻ അതാ കോസ്. അതുകൊണ്ട് വരെ ആൻസറിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഫൈൻ, എല്ലാവരും കിട്ടി. ഇനി നേരിട്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. സോ ഇതിന്റെ LHS എന്താ? സോ കൺസിഡർ LHS cos pi plus x into cos minus x all divided by sin pi minus x into cos pi by 2 plus x is equal to മക്കൾ പറ എന്താ cos pi plus x ഇതാ മൈനസ് cos x നമുക്ക് അറിയുന്ന മൈനസ് cos x ഇൻറ്റു അവിടെ cos മൈനസ് എക്സ് എന്താ? അദ്ദേഹം പറഞ്ഞു തന്നു cos x എന്നുള്ളത് അല്ലെ. മൈനസ് വന്നാൽ ഒരു കുഴപ്പമില്ല. ഓൾ ഡിവൈഡഡ് ബൈ എന്താ sin pi minus x വിച്ച് ഈസ് sin x ഇൻറ്റു എന്താ cos pi by 2 പ്ലസ് എക്സ് അദ്ദേഹം പറഞ്ഞു മൈനസ് sin x. ഇത് ഈസിയാ നോക്കി. ആ മൈനസ് അവിടെ മാറ്റി വെച്ചേക്ക്. cos x ഇൻറ്റു cos x വിച്ച് ഈസ് cos സ്ക്വയർ x ബൈ ഈ മൈനസ് അവിടെ മുമ്പിലിട്ടേക്ക് sin x ഇൻറ്റു sin x sin സ്ക്വയർ x.
ആ മൈനസ് മൈനസ് പോയി കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താ? സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. അത് തിരിച്ചിട്ടാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താ? കോട്ട് എക്സ്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്താ? വിച്ച് ഈസ് കോട്ട് സ്ക്വയർ എക്സ്. Which is the RHS? Again, answer the D. Which is the RHS hence proved? Which is the RHS hence proved? Simple ടാ, ഒരു പണിയില്ല തോന്നുന്നു അല്ലേ? ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തു. എന്തായാലും പണി ഉണ്ടാവും. സോ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പേടിക്കണ്ട. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കുക, അത് സിമ്പിളാ. 2-3 സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഈസി ആയിട്ട് കിട്ടും. പക്ഷെ കറക്റ്റ് ചെയ്യണം, മീൻസ് കറക്റ്റ് ആ ഫോർമുല അറിയണം എന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഫോർമുലാസ് നിങ്ങളെ കയ്യിൽ എപ്പോഴും റെഡി ആയിട്ടുണ്ടാവണം. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേടാ. മറ്റൊരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം, നോക്കാം. അഗെയിൻ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ഈസി ആയിട്ട് ചെയ്യും അല്ലേ? നമുക്കറിയാം നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. നോക്കാം ഇതിൻ്റെ LHS എന്താ? സോ കൺസിഡർ LHS which is 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3. ശരിയല്ലേ? ഇത് സിമ്പിൾ ചെയ്യാം. നോക്കിയേട്ടാ, which is 2, ഞാൻ പറഞ്ഞു സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 3 pi by 4 the all square plus 2 cos pi by 4 the all square plus 2 sec square, സോറി sec square അല്ല, നമുക്ക് സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. സോ നോക്കട്ടാ, 2 sec pi by 3 the all square. അങ്ങനെ ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. സോ നോക്കിയടാ, ഒന്നുകൂടെ 2. എടാ ഈ സൈൻ 3 pi by 4 എന്താ? എന്താ ഈ സംഭവം 3 pi by 4 ഒക്കെ? എന്താ 3 by 4? മുക്കാൽ പൈ അങ്ങനെ പറഞ്ഞൂടാ. ഒരു പൈനകത്താണ് 150. അപ്പോൾ മുക്കാൽ പയ്യോ 135 ഡിഗ്രി. സിമ്പിളടാ. ഒരു പൈനകത്താണ് 150 ഡിഗ്രി അല്ലേ? അപ്പോൾ കാൽ പൈനകത്ത് എന്താ? 45 ഡിഗ്രി. അര പൈനകത്ത്, അതായത് പൈ ബൈ 2 90 ഡിഗ്രി. മുക്കാൽ പൈ എന്തെങ്കിലും 90 135 ഡിഗ്രി. അങ്ങനെ മാറ്റിയിട്ട് കൂടെ സാധനം കിട്ടിയാ? അങ്ങനെ മാറ്റിയിട്ട് കൂടെ നമുക്ക് അങ്ങനെ മാറ്റിയതാം. വേണമെങ്കിൽ അങ്ങനെ മാറ്റിയത്, അങ്ങനെ മാറ്റിയിട്ടും ചെയ്യാം, അല്ലാണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ നോക്കിയേട്ടാ, ഞാൻ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയത് വിച്ച് ഈസ് സൈൻ 3 pi by 4 എന്ന് നമുക്ക് എന്ത് പറയാം? 3 pi by 4 എന്ന് പറഞ്ഞ് മുക്കാൽ പൈ പറഞ്ഞാൽ അര പൈ പ്ലസ് കാൽ പൈ അല്ലേ? അര പൈ പ്ലസ് കാൽ പൈ വിച്ച് ഈസ് അര പൈ ബൈ 2 പ്ലസ് കാൽ പൈ ബൈ 4. കാൽ പൈ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 അല്ലേ? പൈ ബൈ 4 എന്താ? 45 അല്ലേ? 45 ഡിഗ്രി അറിയാലോ. സോ അതും കൊടുത്തു. ദി ഓൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ് പൈ ബൈ 4 എന്താ? ഡയറക്റ്റ് വാല്യൂ ആണ്. നമ്മളെ മറ്റേ ടേബിളിലുണ്ട് കോസ് പൈ ബൈ 4 കോസ് 45 ഡിഗ്രി വിച്ച് ഈസ് 1/√2. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞില്ല, മറക്കരുത്. പ്ലസ് എടാ വിട്ട് 2 ഇൻറ്റു എടാ സീക്ക് പൈ ബൈ 3. അതാ ടേബിളിലില്ലല്ലോ, അതെന്ന് കിട്ടിയ മക്കളെ ആലോചിക്കണം. സീക്ക് തീറ്റ എന്താ? ആരുടെ റെസിപ്രോക്കല? 1/cos തീറ്റ. സീക്ക് തീറ്റ പറഞ്ഞാൽ 1/cos തീറ്റ അല്ലേ? ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/cos തീറ്റ എന്നാ. അങ്ങനെയാണെങ്കിൽ സീക്ക് പൈ ബൈ 3 എങ്ങനെ എഴുതാം? വിച്ച് ഈസ് 1/cos pi by 3 the whole square എന്ന് മാറ്റി എഴുതാം. സിമ്പിൾ അല്ലേ? ഈസി അല്ല? ശ്രമിക്കോ, നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കും. 2 ഇൻറ്റു എടാ അടുത്ത് റിഡക്ഷൻ ഫോർമുല ഇവിടെ നോക്കിയേട്ടാ. ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ്. ഇതാണ്ടാ ഈ സാധനം ചെയ്യാൻ. സൈൻ പൈ ബൈ 2 പ്ലസ് എക്സ് എന്താ? sin pi by 2 plus x which is cos x. Pi by 2 plus x which is second quadrant. Second quadrant is positive. All students yes positive which is sin positive. Sin and cosine, so cos x positive. അതായത് ഈ ക്വസ്റ്റിനെ sin pi by 2 plus 45 നമുക്ക് എങ്ങനെ എഴുതാം? which is sin pi by 2 plus 45 നമുക്ക് cos 45 എന്ന് മാത്രം എഴുതി വെക്കാം. cos 45 the whole square അതിന് ഈക്വലി കയറാം. പ്ലസ് 2 ഇൻറ്റു ഈ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. 1 into square അല്ലെങ്കിൽ 1 square by √2 the all square. കുഴപ്പമില്ല, ഫൈൻ. അടുത്തേ പ്ലസ് 2 ഇൻറ്റു എടാ 1/cos അല്ലേ? ആയിക്കോട്ടെ 1 എടാ cos pi by 3 cos 60. cos 60യുടെ വാല്യൂ എന്താ? cos 60 എടാ 1/2. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. സിമ്പിൾ. ഒന്നും കൂടെ ഇത് ഈസിയാണ് നോക്കടാ. 2 ഇൻറ്റു cos 45 വിച്ച് ഈസ് 1/√2 അതിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ 1. സോ 2 ഇൻറ്റു 1 അല്ലേ? ബൈ √2ൻ്റെ സ്ക്വയർ എന്താ? √2ൻ്റെ സ്ക്വയർ 2 കിട്ടി. പ്ലസ് ഇനി 2 ഇൻറ്റു എടാ 1/1/2 ഒന്നിൽ എത്ര അര ഉണ്ട്? 2 സോ 2 ഇൻറ്റു 2 ഇനി അതിൻ്റെ സ്ക്വയർ. ഫൈൻ.
റെഡി നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിളാണ് പരിപാടി. നമുക്ക് കേട്ടാ ഇവിടെ ഈക്വൾ ടു 2 ഇൻറ്റു ഈ സ്ക്വയർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 1 സ്ക്വയർ 1 അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ 2 ഇൻറ്റു 1 2 ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ഇനി റൂട്ട് 2 സ്ക്വയർ എന്താ റൂട്ട് 2 സ്ക്വയർ റൂട്ടും സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ. സോ 2/2 പ്ലസ് അഗെയിൻ ഇവിടെയും 2/2 ശരിയല്ലേ, അതൊന്നും കുഴപ്പമില്ല. പ്ലസ് 2 ഇൻറ്റു നോക്കണേ 2 ഇൻറ്റു ഇതാ 2ൻ്റെ സ്ക്വയർ എന്താ 2ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് 4 അല്ലേ. 2ൻ്റെ സ്ക്വയർ 4 നോക്കിയേട്ടാ എന്താ 2/2 2/2 പറഞ്ഞാൽ 1 പ്ലസ് 1 അല്ലേ, വീണ്ടും 1. ഈ 2 ഇൻറ്റു 4 എന്താ വിച്ച് ഈസ് 8 കിട്ടിയാ. 1 + 1 + 8 വിച്ച് ഈസ് 10 which is the RHS Heinz Fruit പരിപാടി which is the RHS Heinz Fruit. ഇത് ഈസിയായിട്ട് നമ്മൾ ചെയ്ത് എന്തെങ്കിലും പണി ഉണ്ടാ, ജസ്റ്റ് ആ ടേബിൾ പറഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈസിയായിട്ട് പരിപാടി സിമ്പിൾ അല്ലേ അല്ലേ. ഓക്കെ ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ റെഡി. Again prove that question കൂടി നമ്മളൊന്ന് അല്ല prove that question കൊണ്ട് നമ്മൾ അങ്ങോട്ട് സെറ്റായിട്ട് prove that question കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങി. നമ്മൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പ്രൂവ് ദാറ്റ് അങ്ങോട്ടും നമുക്ക് ഇഷ്ടമാവും അല്ലേ. സോ കുറച്ച് റിസൾട്ടുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. റിസൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം ഓക്കെയാണ് കേട്ടോ. സോ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അടുത്ത് സോ ചെയ്യല്ലേ, നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ കൺസിഡർ വീണ്ടും LHS കൺസിഡർ LHS എന്താ LHS tan π/4 plus x by tan π/4 minus x. പണി പായോ ഒരു ഡൗട്ടില്ലേ, നമ്മൾ പഠിക്കാത്തെന്തോ വന്നല്ല സാർ. എന്താ സാർ tan x + y sin x + y പഠിപ്പിച്ചെന്ന്, cos x + y പഠിച്ചത്, എന്താ tan x + y ഒന്നുമില്ല. tan x plus tan y tan y all divided by 1 minus tan x into tan y കിട്ടിയാ. അതേപോലെ എന്താ tan x minus y ആ പ്ലസ് മൈനസ് മാറ്റി കൊടുത്താൽ മതി. tan x ഇവിടെ പ്ലസ് tan y ഇവിടെ മൈനസ് tan y ഉണ്ടാ ഒരു പണിയില്ല. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് tan x tan y ഇവിടെ 1 പ്ലസ് tan x tan y കണ്ടാ. ഇതാ ഈ ഒരു സാധനം ഈ ഒരു ഒറ്റ ഇക്വേഷൻ മതി പരിപാടി. റെഡി. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാലോ. സോ നോക്കിയോ tan π/4 plus x നമുക്ക് ഇതേപോലെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ എന്ത് വരും tan π/4 plus tan x all divided by 1 minus tan π/4 into tan x all divided by ഇതാ ഈ രണ്ടാമത്തെ ആളെ സ്പ്ലിറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്താൽ മതി which is tan π/4 minus tan x all divided by 1 plus tan π/4 into tan x is equal to മക്കൾ പറ എന്താ tan π/4 tan 45 which is 1 അല്ലേ. കാര്യം നമുക്ക് അറിയുന്ന അപ്പം നമുക്ക് ജസ്റ്റ് 1 നിട്ടാൽ മതി. 1 പ്ലസ് tan x ബൈ ഇവിടെ 1 മൈനസ് ഇതെന്താ tan π/4 എന്താ നോക്കി ഇതിൻ്റെ കാര്യം എന്താ tan π/4 which is 1 into tan x എന്നാ 1 into tan x എന്താ tan x അപ്പോൾ വെറുതെ tan x എഴുതിയാൽ മതി അല്ലേ. സോ എന്തുവരും 1 plus tan x by 1 minus tan x all divided by ഞാൻ അതിൻ്റെ താഴെ എന്ത് ഈ tan π/4 ഇതെന്താ 1. സോ 1 മൈനസ് tan x താഴെ വരും ബൈ 1 പ്ലസ് tan π/4 വാല്യൂ 1 into tan x റെഡി. എങ്ങനെ ഈ ഫ്രാക്ഷൻസ് അല്ലേ നമ്മളെങ്ങനെ ചെയ്യല്, അതായത് a/b ഡിവൈഡഡ് ബൈ c/d ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ ചെയ്യാം. a/b അതേപോലെ ഇതും ഇൻറ്റു c/dൻ്റെ റെസിപ്രോക്കൽ എടുക്കും വിച്ച് ഈസ് d/c. അതേപോലെ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൂടെ. സോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. സോ നോക്കി എന്താണ് ക്വസ്റ്റ്യൻ. സോ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x all divided by 1 minus tan x by 1 plus tan x ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് അറിയാം വിച്ച് ഈസ് ഫസ്റ്റ് ആൾ അതേപോലെ ഇതാ, അതായത് 1 plus tan x by 1 minus tan x അതേപോലെ എഴുതി. എന്നിട്ട് ഈ ഡിവിഷൻ മാറ്റിയാണ്ട് നമ്മൾ ഇൻറ്റു ആക്കി എന്നിട്ട് റെസിപ്രോക്കൽ എടുക്കുക വിച്ച് ഈസ് 1 plus tan x by 1 minus tan x ശരിയല്ലേ. നോക്കിയേ 1 plus tan x into 1 plus tan x അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 1 plus tan x the whole square by 1 minus tan x into 1 minus tan x which is 1 minus tan x into all square. നിങ്ങൾ ചോദിക്കാൻ സാറേ ക്രോസ് ചെയ്യാത്തതൊക്കെ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്രോസ് ചെയ്യല പ്ലസോ മൈനസോ വരുമോ? അവിടെ ഡയറക്റ്റ് ചെയ്താൽ മതി. സോ നോക്കി 1 plus tan x the whole square by 1 minus tan x the whole square അല്ലേ. ആ
വിച്ച് ഈസ് ദ ആർ എച്ച് എസ്. ആർ എച്ച് എസ് ഒക്കെ കാരണം നമുക്ക് എന്താ ഹോൾ സ്ക്വയർ, നമുക്ക് ആ സ്ക്വയർ ഒറ്റമാക്കി കൊടുത്താൽ മതി, എന്നാൽ കറക്റ്റ് അതിന് കിട്ടില്ല. സോ 1 പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ്, രണ്ടാൾക്ക് സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ ആർ എച്ച് എസ്, വിച്ച് ഈസ് ദ ആർ എച്ച് എസ് ഹിൻസ് പ്രൂവ്ഡ്. ഇടിയാ സിമ്പിൾ അല്ല, നല്ല ഈസി ക്വസ്റ്റ്യൻസ്, ഒരു പണിയില്ല, സിമ്പിൾ ഐറ്റംസാണ് അല്ലേ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. റെഡി. സോ ദാ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ തിരിയാണ്. ഈ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ, ഇതുവരെ ഷോ ദാറ്റ് ചെയ്ത ഇങ്ങനെ കൺസിഡർ എൽ എച്ച് എസ് എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഇത് ആർ എച്ച് എസിലേക്ക് എത്തിക്കുന്നു അല്ലേ. ഇതങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് 2 സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ടാനിലൊന്നുണ്ട് കോട്ടിലൊന്നുണ്ട്. ടാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ കിട്ടിയത്. ഇപ്പോൾ ഇവിടെ എന്താ tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x. ഒന്നും മനസ്സിലായില്ല. റെഡി. സോ ഇതെങ്ങനെ ചെയ്ത് എങ്ങനെ പ്രൂവ് ചെയ്യുക? ഇതിൻ്റെ എൽ എച്ച് എസ് എടുത്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും ചെയ്യാണ്ടാവില്ല. അതുകൊണ്ട് ഇത് വേറെ പരിപാടി ചെയ്യാം. ഇപ്പം tan 3x ഉണ്ട്, 2x ഉണ്ട്, x ഉണ്ട്. ഏറ്റവും വലുത് ഏതാ? 3x. ഏറ്റവും വലുത് 3x അല്ലേ. ഓക്കെ. സോ ഇതാണ് വി ഹാവ് 3x. ഈ 3xനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2x പ്ലസ് എക്സ് എന്ന് എഴുതി കൂടെ. 2x പ്ലസ് 1x 3x. ഈ 3x ഇവിടെ ഉള്ള ആളാണ്, 2x ഇവിടെ ഉണ്ട്, x ഇവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ. മീൻസ് ഏറ്റവും വലിയ ആളെ ഞാൻ എടുത്തു. ടാനിലാണ് ക്വസ്റ്റ്യനെങ്കിൽ ഏറ്റവും വലിയ ആളെടുക്കുക, കോഡിലാണെങ്കിൽ ഏറ്റവും ചെറിയ ആളെടുക്കുന്നതാണ് കൺസിഡർ കേട്ടോ. സോ 3xനെ 2x പ്ലസ് എക്സ്, ഏറ്റവും വലിയ ആളെ 2 ചെറിയ ആളുടെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇനി 2 സൈഡിലും ടാൻ എടുത്താൽ എന്ത് കിട്ടും? സോ ടാൻ 3x, 2 സൈഡിലും ടാൻ എടുക്കണം. ഇപ്പോൾ ഇവിടെ ടാൻ എടുത്താൽ ടാൻ ഓഫ് 2x പ്ലസ് എക്സ്. ഓക്കെ. സോ ഏറ്റവും വലിയ ആൾ നമ്മൾ ഇവിടെ എടുത്തു അല്ലേ, ടാൻ 3x 3x എടുത്തു, 2x പ്ലസ് എക്സ് എഴുതി, 2 സൈഡിലും ടാൻ എടുത്തു. സോ ടാൻ 3x ഈക്വൽ ടു ടാൻ 2x പ്ലസ് എക്സ്. നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചു, എങ്ങനെ ടാനിൽ ആഡ് ചെയ്യാന്നുള്ളത്, അതായത് ടാൻ എക്സ് പ്ലസ് വൈ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചില്ല. റിസൾട്ട് ചെയ്ത് തന്നില്ല. എന്ത് ചെയ്യുന്നു? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ അല്ലേ, ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു അല്ലേ, 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ഇങ്ങനെ റിസൾട്ട് നമ്മൾ പഠിച്ചില്ല. റെഡി. അതേ റിസൾട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോവാം. സോ എന്ത് വരും? ടാൻ 3x ഇസ് ഈക്വൽ ടു, മക്കളെ ആ റിസൾട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് നോക്കിയേ. എന്താ കിട്ടുക? ടാൻ 2x പ്ലസ് ടാൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് കിട്ടും. എന്തായാലും കുഴപ്പമുണ്ടാവും, ഒരു കുഴപ്പമില്ല അല്ല. ഇവിടെ ഈ ഡിവൈഡ് ചെയ്യാനുള്ള ടേമിന് നേരെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യാനാവും. സോ ഇവിടെ ഓൾറെഡി ടാൻ 3x ഉണ്ട്. അപ്പോൾ ടാൻ 3x ഇൻറ്റു 1 മൈനസ് ടാൻ 2x ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ 2x പ്ലസ് ടാൻ എക്സ്. ഡിവൈഡ് ചെയ്യാനുള്ളത് വേണ്ടോട്ട് സിമ്പിൾ. ഓക്കെ. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലോ. ടാൻ 3x ഇൻറ്റു 1 വിച്ച് ഈസ് ടാൻ 3x. റെഡി റെഡി റെഡി. ഒരു കുഴപ്പമില്ലല്ലോ, സിമ്പിൾ. മൈനസ് ടാൻ 3x ഇൻറ്റു ഈ ടേം അല്ലേ. അപ്പം എന്താ? ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഈക്വൽ ടു അപ്പുറം ആരുള്ളത്? ടാൻ 2x പ്ലസ് ടാൻ എക്സ്. റെഡി. ഒരു കുഴപ്പമില്ലല്ലോ. റെഡി. ഒന്നുകൂടെ ടാൻ 3x ഇവിടെ ഉണ്ട്. ഈ പ്ലസ് ടാൻ 2x ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഇയാളെ നേരെ പിടിച്ചാണ്ടുണ്ടാവും മൈനസ് ടാൻ 2x ഈക്വൽ ടു അപ്പുറം. അതേപോലെ പ്ലസ് ടാൻ എക്സ് നേരെ ഈക്വൽ ടു അപ്പുറം വരുമ്പോൾ മൈനസ് ടാൻ എക്സ് ഈക്വൽ ടു. ഇനി ഇവിടെ ഉള്ള ഈ മൈനസ് ടേമിന് മൊത്തത്തിൽ ഞാൻ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകും. അപ്പം എന്ത് വരും? പ്ലസ് വരും. അതായത് ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് അല്ലേ. ഓക്കെ അല്ലേ? കഴിഞ്ഞടാ പരിപാടി ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ. ടാൻ 3x ഇൻറ്റു നോക്കിയേട്ടാ, ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ്, ടാൻ 3x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്, ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ എക്സ്. കണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടേന്ന് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് കിട്ടിയത് ബി ഈക്വൽ ടു എ ഈക്വൽ അല്ലടാ. സംഭവം സിമ്പിൾ അല്ലേ, ഈസി അല്ലേ? കിട്ടി. ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്, ഒരു പണിയില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. ട്രിഗണോമെട്രി ഭയങ്കര ഈസിയാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക, ബാക്കി ഒന്നും ഒരു വിഷയമില്ല. സോ മക്കൾ നന്നായിട്ട് പഠിക്കുക.
ഈസിയാണ്, ട്രിഗണോമെട്രി ഈസിയാണ്, ഫോർമുലാസ് എല്ലാം കറക്റ്റ് കയ്യിലുണ്ടായാൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. സോ നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. റെഡി? സോ താങ്ക് യു.